ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യമധ്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഹര ഹര ശങ്കരം, ജയ ജയ ശങ്കരം. ശ്രീരാമ. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ, ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനമുള്ള തിരുവല്ലയിലെ നാട്ടുകാരെ, ശ്രീവല്ലഭന്റെ ദേശവാസികൾ, വലിയ സന്തോഷവും വലിയ അഭിമാനവും നിറഞ്ഞ ചാരിതാർത്ഥ്യവും കൊണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ വരാനും ഇങ്ങനെ ഒരു വലിയ ഉത്സവത്തിന്റെ ഭാഗമായി, അതായത് തിരുവുത്സവത്തിന്റെ ഭാഗമായി തന്നെ ഈ ദിവ്യദേശത്ത് വരാനും നിങ്ങളോടൊരു അല്പസമയം സംസാരിക്കാനും സാധിച്ചു. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ അടുത്ത കാലത്ത് മാത്രമാണ് എനിക്ക് വരാൻ സാധിച്ചത്. 108 ദിവ്യദേശങ്ങളിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. ഭൂലോക വൈകുണ്ഠമാണ്, സാക്ഷാൽ വൈകുണ്ഠത്തിന് സമാനമാണ്. അങ്ങനെ ആഴ്വാർമാർ മുതൽ പാടി പതിഞ്ഞിട്ടുള്ള ദിവ്യദേശമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ തിരുവല്ലയിൽ വരാനും ശ്രീവല്ലഭനെ കാണാനുള്ള ഭാഗ്യം ഈ വർഷം മാത്രമാണ് ആദ്യമായിട്ട് സിദ്ധിച്ചത്. ഈ വർഷം വന്നിങ്ങനെ തൊഴുതു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വർഷത്തെ ഉത്സവത്തിന് സംസാരിക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട് വല്ലഭൻ്റെ ഒരു നിയോഗം കിട്ടി. എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള രംഗനാഥാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചത്. അദ്ദേഹത്തോടുള്ള എൻ്റെ നന്ദിയും ഞാൻ അറിയിക്കുന്നു. എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയം വൈഷ്ണവ ക്ഷേത്രാചാര പദ്ധതിയും 108 ദിവ്യദേശങ്ങളുടെ പ്രാധാന്യവും എന്നാണ്. യഥാർത്ഥത്തിൽ തിരുവല്ലക്കാരായിട്ടുള്ള നിങ്ങൾക്ക് പൊന്നാനിയിൽ നിന്ന് വരുന്ന ഞാൻ പറഞ്ഞു തരേണ്ട ഒരു വിഷയമേ അല്ല. എനിക്ക് നിങ്ങളുമായിട്ടുള്ള മറ്റൊരു ബന്ധം, ഞാനും ഒരു ദിവ്യദേശത്ത് നിന്ന് വരുന്ന ആളാണ് എന്നുള്ളത്. ഈ വൈഷ്ണവ ദിവ്യദേശങ്ങളുടെ ഭാഗമായിട്ടുള്ള തിരുനാവായ എൻ്റെ നാടാണ്. നമ്മുടെ കേരളത്തിലാണല്ലോ 108 ദിവ്യദേശങ്ങളിലെ 11 ദിവ്യദേശങ്ങൾ കേരളത്തിലാണ്. നമ്മുടെ തിരുവാറന്മുള, തിരുനാവായ, തിരുവല്ല, തിരുവനന്തപുരം, ഇങ്ങനെ തിരുവിൽ ആരംഭിക്കുന്ന 11 ദിവ്യദേശങ്ങൾ. ദിവ്യദേശങ്ങളെ 108 നമ്മൾ സാധാരണ വ്യവഹരിക്കുന്നത് കൊങ്കനാട്ട് ദിവ്യദേശം, മലനാട്ട് ദിവ്യദേശം, ചേരനാട് ദിവ്യദേശം, വടനാട് ദിവ്യദേശം എന്ന് പറയുന്നത്. വടനാട് ദിവ്യദേശങ്ങൾ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലുള്ളതാണ്. അത് ഉത്തർപ്രദേശിൽ, ഉത്തരാഖണ്ഡിൽ, ഗുജറാത്തിൽ, നേപ്പാളിൽ വരെ ദിവ്യദേശങ്ങളുണ്ട്. പ്രധാനമായിട്ടും ചേരദേശത്തും ഈ പറയുന്ന പാണ്ഡ്യനാട്ടിലുമായിട്ടാണ് ദിവ്യദേശങ്ങൾ. 108 ദിവ്യദേശങ്ങളിലെ 86 ദിവ്യദേശങ്ങളും തമിഴ്നാട്ടിലാണുള്ളത്. 4 ദിവ്യദേശങ്ങൾ ആന്ധ്രാപ്രദേശിലാണുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് പുറത്ത് ആകെ 8 ദിവ്യദേശം മാത്രമേ, നേപ്പാളിൽ മാത്രമേ. 2 ദിവ്യദേശങ്ങൾ ഭൂമിയിൽ തന്നെ അല്ല. അതിലൊന്ന് വൈകുണ്ഠവും ഒന്ന് പാൽക്കടലുമാണ് 108 2 ദിവ്യദേശങ്ങളായി കണക്കാക്കുന്നത്. അതിലെ 13 ദിവ്യദേശങ്ങൾ മലനാട്ട് ദിവ്യദേശങ്ങൾ. കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ചേരനാട് എന്ന് വിളിക്കുന്നതാണ്. പക്ഷെ കേരളത്തിന്റെ 1986 കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ കന്യാകുമാരി നമുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് 2 ദിവ്യദേശങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. കന്യാകുമാരി ജില്ലയിലാണ് തിരുവട്ടാറും, അതേപോലെ തന്നെ മറ്റൊരു ദിവ്യദേശവും നാഗർകോവിലിനടുത്തുള്ള ഒരു ദിവ്യദേശവും ഈ കന്യാകുമാരി ജില്ലയിലാണ്. ഇപ്പൊ കേരളത്തിൽ 11 ദിവ്യദേശങ്ങളാണുള്ളത്. അതിലൊരു ദിവ്യദേശം എൻ്റെ നാടായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ തിരുനാവായിയാണ്. അതുകൊണ്ട് തന്നെ 2 ദിവ്യദേശത്തുള്ള ആളുകൾ തമ്മിലുള്ള സംസാരം കൂടിയാണ് എന്നൊരു കൗതുകത. നമുക്ക് ഇവർക്ക് അറിയുന്നത് പോലെ ഇന്ത്യയിലെ തന്നെ വൈഷ്ണവ വിശ്വാസ സമ്പ്രദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ വൈഷ്ണവ ദിവ്യദേശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ സനാതന ധർമ്മ സമ്പ്രദായം വിവിധ മൂർത്തിയാരാധനാ പദ്ധതികളായി പിരിഞ്ഞു നിന്നിരുന്ന സമയത്ത് ഹിന്ദു ധർമ്മത്തിനുള്ളിൽ തന്നെ 5 പിരിവുകൾ ഉണ്ടായിട്ടുള്ള ഒരു സമയമുണ്ട്. അതിൽ വൈഷ്ണവം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പിരിവുണ്ട്, ശൈവം എന്ന് പറയുന്ന വലിയ ശക്തമായ ഒരു സമ്പ്രദായമുണ്ട്, ഗാണപതമുണ്ട്, ശാക്തേയമുണ്ട്, സൗരമുണ്ട്, കൗമാരമുണ്ട്. പിന്നെ വൈഷ്ണവം എന്ന് പറയുന്ന സമ്പ്രദായം വിഷ്ണുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ആ ആരാധനാ പദ്ധതിയിൽ ശിവന്റെയും ബ്രഹ്മാവിന്റെയും മറ്റെല്ലാ ദേവതകളുടെയും അവതാര സവിശേഷമായിട്ടുള്ള ദൈവികമായിട്ടുള്ള കർത്തവ്യങ്ങൾ കൂടി നിർവഹിക്കുന്നത് വിഷ്ണുവിന്റെ തന്നെ നിരവധി ഭാവങ്ങളാണ്. വിഷ്ണുവിനെ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മൂർത്തിയെ വൈഷ്ണവ സമ്പ്രദായം അംഗീകരിക്കുന്നില്ല. വേദത്തിൽ തന്നെ പറയുന്ന എല്ലാ ഈശ്വര സങ്കല്പങ്ങളും യഥാർത്ഥത്തിൽ വിഷ്ണുവിന്റെ നിരവധിയായിട്ടുള്ള പ്രതിഫലനങ്ങളാണ് എന്നുള്ളതാണ് വൈഷ്ണവം. സമാനമായിട്ടുള്ള വിശ്വാസം ശൈവത്തിലുണ്ട്. ശിവൻ മാത്രമാണ്, ശിവൻ താൻ പെരുങ്കടവുൾ, ശിവൻ മറ്റുമേ കടവുൾ, ശിവൻ മാത്രമേ ദൈവമായിട്ടുള്ളൂ, ബാക്കിയൊന്നും ഈശ്വരന്മാരല്ല, ബാക്കിയെല്ലാം ശിവന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രതിഫലനങ്ങളാണ്. അവിടെ സൃഷ്ടി എന്ന് പറയുന്ന കർമ്മം നിർവഹിക്കുന്നത് ശിവനാണ്.
സ്ഥിതി എന്ന കർമ്മം നിർവഹിക്കുന്നത് മറ്റൊരു ശിവനാണ്. സംഹാരകാരകനായിട്ടുള്ളതും ശിവൻ തന്നെയാണ്. അവിടെ വിഷ്ണുവിന്റെ ദൗത്യം നിർവഹിക്കുന്ന ശിവനെ നമ്മൾ മൃഗൻ എന്ന് വിളിക്കും. അതും ശിവൻ തന്നെയാണ്. ഇതേപോലെ ഗണപതം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഗണപതിയെ മാത്രം ആരാധിച്ചിരുന്ന 64 ഗണപതികൾ ഓരോ പ്രപഞ്ച ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഓരോ ഭാവങ്ങളിൽ അവതരിപ്പിക്കുന്ന ആദിമൂല ഗണപതി മുതലുള്ള നൃത്ത ഗണപതി മുതലുള്ള നിരവധിയായിട്ടുള്ള ഗണേശനുണ്ട്. ശാക്തേയം എന്ന് പറയുന്ന വളരെ പ്രൗഢമായ വളരെ ശക്തമായിട്ടുള്ള സമ്പ്രദായമുണ്ട്. പരാശക്തിയായിട്ടുള്ള ദേവിയിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മുഴുവൻ ഉണ്ടാവുന്നത്. ആദ്യം ഉണ്ടാകുന്നത് പരാശക്തിയായിട്ടുള്ള ദേവിയാണ്. ആ ദേവിയാണ് 6ആയി പിരിയുന്നത്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാവിഷ്ണു, പരമേശ്വരൻ, ബ്രഹ്മാവ്. പിന്നീടാണ് ഈ പറയുന്ന പ്രാപഞ്ചിക പ്രക്രിയ മുഴുവൻ നടക്കുന്നത്. ഇതിനെല്ലാം നിദാനമായിട്ട് ഇതിനെല്ലാം മൂലമായിട്ട് പൂർത്തിയായിട്ട് വർത്തിക്കുന്നത് ദേവിയാണ് എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. അവിടെ ശിവനെ തന്റെ ദൗത്യം നിർവഹിക്കാൻ അനുവദിക്കുന്നത് പോലും ശിവനുള്ളിൽ കൂടിയിരിക്കുന്ന ശക്തിയാണ്. വിഷ്ണുവിനെ വിഷ്ണുവാക്കി മാറ്റുന്നത് വിഷ്ണുവിന്റെ കൂടെ ഇരിക്കുന്ന സ്ത്രീയാണ്. ബ്രഹ്മാവിനെ ബ്രഹ്മദൗത്യം നിർവഹിക്കാൻ പ്രേരിപ്പിക്കുന്നത് ബ്രഹ്മാവിന്റെ ശക്തിവിശേഷമായിട്ടുള്ള സരസ്വതിയാണ്. എല്ലാം ശക്തി എന്ന് പറയുന്ന ഭാവം കൊണ്ട് ശലിക്കുന്ന ഒരു പ്രപഞ്ചത്തെയാണ് ഈ ശാക്തേയം എന്ന് പറയുന്ന സമ്പ്രദായം വ്യവഹരിക്കുന്നത്. കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് കൗമാരം എന്ന് പറയുന്ന ഒരു മതം തന്നെ ഉണ്ടായിരുന്നു. സുബ്രഹ്മണ്യനെ മാത്രം ആരാധിച്ചിരുന്ന, സുബ്രഹ്മണ്യനല്ലാത്ത മറ്റൊരു ദേവതാ സങ്കല്പത്തെയും അംഗീകരിക്കാതിരുന്നിരുന്ന. എന്റെ നാട്ടില് എന്താ പറയാ പാലക്കാട് ജില്ലയിലുള്ള പന്നിയൂര് എന്ന് പറയുന്ന ദേശം വളരെ പ്രസിദ്ധമായിട്ടുള്ള ദേശമാണ്. പന്നിയുടെ ഊര് എന്നുള്ള അർത്ഥത്തിലാണ് പന്നിയൂര്. കാരണം വരാഹമൂർത്തിയുടെ പ്രതിഷ്ഠയാണ്. വരാഹമൂർത്തിയാണ് അവിടുത്തെ ദേശനാഥൻ. അതുകൊണ്ട് വരാഹമൂർത്തി ദേശനാഥനായതുകൊണ്ടാണ് നാട്ടിൽ തന്നെ പന്നിയൂര് എന്ന് പേര്. ഇവിടെ പണ്ട് ഈ പാലക്കാട് ജില്ലയിലൊക്കെ ഈ പാണ്ഡ്യന്മാരുടെ ആക്രമണം ഉണ്ടായ സമയത്ത് ഒരു കൗമാര ഭക്തന്മാരായിരുന്ന ആളുകളാണ്. ഇവർ ഈ ക്ഷേത്രം ആക്രമിച്ചപ്പോൾ ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്ന് വരാഹമൂർത്തിയുടെ വിഗ്രഹം എടുത്ത് പുറത്ത് വെച്ചിട്ട് പകരം അവിടെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചൊരു അനുഭവമുണ്ട്. എന്നിട്ട് പാണ്ഡ്യന്മാരുടെ ഭരണകാലമൊക്കെ മാറിയതിനു ശേഷമാണ് ക്ഷേത്രത്തിന്റെ വളപ്പിൽ അനാഥമായി ഉപേക്ഷിക്കപ്പെട്ടിരുന്ന വരാഹമൂർത്തിയുടെ വിഗ്രഹം വീണ്ടും തിരിച്ചെടുത്ത് ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിക്കുന്ന സംഭവം ഉണ്ടായി. ഇവിടെ എന്താ പറയാ ഭൂമിദേവിയെ മടിയിലെത്തിയിട്ടുള്ള ഭൂവരാഹം വളരെ അപൂർവമായി മാത്രം കേരളത്തിൽ പ്രതിഷ്ഠയുള്ള ഒരു ഭാവമാണ്. നമ്മൾ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ ശ്രീവരാഹം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതല്ലെങ്കിൽ കണ്ണൂരിൽ പോയി കഴിഞ്ഞാൽ പന്നിയൂര് എന്ന പേരിൽ തന്നെ ഒരു സ്ഥലമുണ്ട്. ഇങ്ങനെ 3 സ്ഥലങ്ങളിലെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ നാട്ടില് എന്താണ് വടക്കും ദേവര് അല്ലെ? ഇത് വരാഹമൂർത്തിയുടെ തന്നെ ഒരു ഭാവമാണ് വടക്കും ദേവര്. പക്ഷെ വരാഹം ഭൂവരാഹമായിട്ട് പൂർണ്ണകായ രൂപത്തിൽ മടിയിൽ മഹാലക്ഷ്മിയായിട്ടുള്ള ഭൂമിദേവി എത്തിയിട്ടുള്ള ഒരു വരാഹമൂർത്തിയുടെ പ്രതിഷ്ഠ വേറെ എവിടെയില്ല. ആ പ്രതിഷ്ഠയ്ക്ക് ഏറെ കാലം തന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു തന്റെ സ്വന്തം ഭൂമിയിൽ. അങ്ങനെ മറ്റ് ദേവതകളെയൊന്നും അംഗീകരിക്കാത്ത സമ്പ്രദായങ്ങൾ കേരളത്തിൽ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ ശ്രമിച്ചത്. സൂര്യനെ മാത്രം ആരാധിച്ചിരുന്ന സൗര സമ്പ്രദായമുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പ്രദായമാണ് വൈഷ്ണവ സമ്പ്രദായം എന്ന് പറയുന്നത്. വൈഷ്ണവ സമ്പ്രദായത്തിനുള്ളിൽ തന്നെ പ്രധാനമായിട്ട് 4 തിരിവുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതിൽ നമ്മൾ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള തിരിവിനെ നമ്മൾ ശ്രീവൈഷ്ണവം എന്നാണ് വിളിക്കുക. ശ്രീവൈഷ്ണവം പോലെ തന്നെ രുദ്രവൈഷ്ണവം എന്നും ബ്രഹ്മവൈഷ്ണവം എന്നും കൗമാര വൈഷ്ണവം എന്നും പറയുന്ന 3 തിരിവുകൾ കൂടിയുണ്ട്. പിന്നീട് വളരെ കാലശേഷം ആവിർഭവിച്ചിട്ടുള്ള പുതിയൊരു വൈഷ്ണവ സ്കൂളാണ് ഗൗഡിയ വൈഷ്ണവിസം. ഇപ്പൊ നമ്മൾ കാണുന്ന പ്രധാനമായിട്ട് ഇന്ത്യയിലൊക്കെ കാണുന്ന ഭക്തി മൂവ്മെന്റ്സ് എല്ലാം നയിക്കുന്നത് ഈ ഗൗഡിയ വൈഷ്ണവിസ്റ്റുകളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്വാമിനാരായൺ സംസ്ഥ, സ്വാമിനാരായൺ മൂവ്മെന്റ് നമ്മൾ കാണാറുണ്ട്. ഹരേ കൃഷ്ണ പ്രസ്ഥാനം, ഇസ്കോണിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനം, ഇവരെല്ലാം ഗൗഡിയ വൈഷ്ണവിസ്റ്റാണ്. എന്താ ഗൗഡിയ വൈഷ്ണവിസം? ഗൗഡിയ വൈഷ്ണവിസം എന്ന് പറയുന്നത് കൃഷ്ണന് ആണ് പരംപുരുഷനായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ വിഷ്ണു പോലും കൃഷ്ണന്റെ ഒരു അവതാര ഭാവം മാത്രമാണ്. അവിടെ നാരായണൻ എന്ന് പറയുന്നത് കൃഷ്ണൻ എന്ന് പറയുന്ന പൂർണ്ണാവതാരത്തിന്റെ കേവലം ഒരു പ്രതിഫലനം മാത്രമാണ്. കൃഷ്ണനാണ് അവിടെ ഭഗവാൻ. കൃഷ്ണസ്തു പരം ഭഗവാൻ എന്നാണ് അവരുടെ തത്വം തന്നെ. അപ്പൊ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്, വൈഷ്ണവ ഗൗഡിയസം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. എന്നാൽ ഇതിന്റെ ആദ്യ ഘട്ടങ്ങളിൽ വൈഷ്ണവിസം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറകളായി നിന്നിരുന്ന ആദ്യത്തെ സ്കൂള് ഈ പറയുന്ന ശ്രീ വൈഷ്ണവിസം എന്ന് പറയുന്നത്. ശ്രീ വൈഷ്ണവർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്താണ് ശ്രീ വൈഷ്ണവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന നാരായണവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളെല്ലാം ഇതിലെല്ലാത്തിനും സമാനമാണ്. നാരായണൻ തന്നെയാണ് ആകെ ദൈവം. നാരായണൻ അല്ലാതെ വേറെ ദൈവസങ്കല്പങ്ങളൊന്നുമില്ല. വേദങ്ങൾ മുതൽ ഇതിഹാസങ്ങൾ മുതൽ ഉപനിഷത്തുകൾ മുതൽ പുരാണങ്ങൾ മുതൽ ആഗമങ്ങൾ മുതൽ നിഗമങ്ങൾ മുതൽ പരാമർശിച്ചു വരുന്ന പ്രാപഞ്ചിക ശക്തികളെല്ലാം ഈശ്വര വിശേഷങ്ങളെല്ലാം വിഷ്ണു തന്നെയാണ്. ബാക്കിയെല്ലാം ഡെമിഗോഡുകൾ മാത്രമാണ്. അതൊക്കെ തന്നെയാണ് ഇവരെല്ലാവരും ഒരുപോലെ പറയുന്നതെങ്കിലും ആരിലൂടെയാണ് പിന്നീട് ഈ വൈഷ്ണവ ധർമ്മം മുന്നോട്ട് പോയത്?
ആരാണ് ഇതിന്റെ ആദ്യ ഗുരു എന്ന കാര്യത്തിലാണ് ഇവരൊക്കെ തമ്മിൽ സംശയമുള്ളത്. അപ്പൊ ഈ ശ്രീ വൈഷ്ണവന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്ത്രീയായിട്ടുള്ള മഹാലക്ഷ്മിയെ തന്നെയാണ് ആദ്യ ഗുരുവായിട്ട് അവർ കണക്കാക്കുന്നത്. ഈ വൈഷ്ണവജ്ഞാനം സ്ത്രീയായ മഹാലക്ഷ്മിയിലൂടെയാണ് പിന്നീട് ഗുരു പരമ്പരയിലേക്ക് പടർന്നത് എന്നാണ് ശ്രീ വൈഷ്ണവന്റെ പ്രധാനപ്പെട്ട വിശ്വാസം. മറ്റുള്ള സമ്പ്രദായങ്ങളിൽ സമാനമായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. ഇപ്പൊ ബ്രഹ്മവൈഷ്ണവിസം പറയുന്ന ആൾക്കാർ ബ്രഹ്മാവിലൂടെയാണ് വൈഷ്ണവജ്ഞാനം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഈ രുദ്രവൈഷ്ണവിസം പറയുന്ന ആൾക്കാർ രുദ്രനായിരുന്നു വിഷ്ണുവിന്റെ ആദ്യ ശിഷ്യൻ, രുദ്രനാണ് പിന്നീട് വൈഷ്ണവജ്ഞാനം പ്രചരിപ്പിച്ചത് വാദിക്കുന്ന ആൾക്കാരാണ്. കൗമാര വിഷ്ണുവിസത്തിൽ ഓരോരുത്തരും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ഈ ശ്രീവൈഷ്ണവ സമ്പ്രദായത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ശ്രീവൈഷ്ണവ സമ്പ്രദായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നാഥമുനി സ്ഥാപിക്കുന്നതാണ്. വൈഷ്ണവ ആഴ്വാർമാരിലൂടെ തുടങ്ങി 10-ാം നൂറ്റാണ്ടിൽ നാഥമുനിയാൽ സ്ഥാപിക്കപ്പെട്ട് രാമാനുജാചാര്യൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആചാര്യന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വരുന്ന ഒരു വലിയ മൂവ്മെന്റാണ് ഈ ശ്രീവൈഷ്ണവ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബ്രഹ്മവൈഷ്ണവ പ്രസ്ഥാനത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വല്ലഭാചാര്യൻ എന്ന് പറയുന്ന വലിയൊരു ഒരു പ്രധാനപ്പെട്ട നേതാവിനെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ രുദ്ര വൈഷ്ണവ പ്രസ്ഥാനത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാധവാചാര്യൻ, ദ്വൈത സിദ്ധാന്തത്തിന്റെ സ്ഥാപകനായിട്ടുള്ള മാധവാചാര്യൻ തന്നെയാണ് ആ പ്രസ്ഥാനത്തിന്റെ നേതാവായി കാണുന്നത്. നമ്മുടെ ധർമ്മത്തിലെ ശങ്കരാചാര്യന് മാത്രമല്ലല്ലോ ആചാര്യരായിട്ടുള്ളത്. നമ്മുടെ ധർമ്മത്തിന്റെ ഒരു സൗന്ദര്യം തന്നെ ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ അതിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം തന്നെ അത് ഏകതയെ അംഗീകരിക്കുന്നില്ല, അത് അനേകതയാണ്, അത് വിവിധതയാണ്, അത് ബഹുസ്വരതയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നു മാത്രം ശരി എന്ന് പറയുന്ന സാമ്പ്രദായിക മതങ്ങളുടെ ഡോഗ്മകളെ ഒരിക്കലും ഹിന്ദുധർമ്മം അംഗീകരിക്കുന്നില്ല. എല്ലാം ശരിയാണെന്നും എല്ലാം ഒരേ ശരിയിലേക്കുള്ള വിവിധ മാർഗങ്ങളാണെന്നുള്ളതാണ് ഹിന്ദുവിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സങ്കല്പം. അതുകൊണ്ടാണ് നമുക്ക് ഒരേ സമയത്ത് നിരവധി ആചാര്യന്മാരുണ്ടായത്. അതല്ലെങ്കിൽ ഒരേ ധർമ്മത്തിൽ എങ്ങനെയാണ് ശങ്കരനും മാധവനും ആചാര്യന്മാരായിട്ടിരിക്കുക? കാരണം ശങ്കരൻ പറഞ്ഞത് അദ്വൈതമാണ്. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മൈവ നാമന എന്നാണ് ശങ്കരൻ പറയുന്നത്. അദ്വൈതമാണ്, നോൺ ഡ്യുവലിസമാണ്. രണ്ടല്ല ഒന്നാണ് എന്നാണ് ശങ്കരൻ പറയുന്നത്. നേരെ തിരിച്ച് മാധവൻ പറയുന്നത് ദ്വൈതമാണ്, ഡ്വലിസമാണ്. രണ്ട് തന്നെ ഒന്നല്ല എന്നാണ് പറയുന്നത്. നമ്മൾ രണ്ടുപേരെയും ആചാര്യന്മാർ എന്നാണ് വിളിച്ചത്. ഹിന്ദുധർമ്മത്തിൽ നമ്മളൊരാളെ ആചാര്യൻ എന്ന് വിളിക്കുന്നത് അവർ പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ചമയ്ക്കുമ്പോഴാണ്. ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഉപനിഷത്ത്, ഇതാണ് പ്രസ്ഥാനത്രയം. ശങ്കരനെ നമ്മൾ ശങ്കരാചാര്യൻ എന്ന് വിളിക്കുന്നത് ശങ്കരൻ അദ്വൈത സിദ്ധാന്ത പ്രകാരം ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തുകൾക്കും ഭാഷ്യം ചമച്ചുകൊണ്ടാണ്, വ്യാഖ്യാനം എഴുതിയുകൊണ്ടാണ്. നമ്മൾ മാധവനെ ആചാര്യൻ എന്ന് വിളിക്കുന്നതോ മാധവൻ ദ്വൈത സിദ്ധാന്ത പ്രകാരം ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തിനും ഭാഷ്യം ചമച്ചുകൊണ്ടാണ്. അതെങ്ങനെ രണ്ടുപേരും ആചാര്യന്മാരാവുക? ശങ്കരൻ പറഞ്ഞത് ശരിയാണെങ്കിൽ മാധവൻ പറഞ്ഞത് തെറ്റല്ലേ? അതല്ല, മാധവൻ ആചാര്യനാണെങ്കിൽ ശങ്കരൻ ആചാര്യനാവാൻ പാടില്ലല്ലോ. ഏതെങ്കിലും ഒന്നല്ലേ ശരി? ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ശരി, ബാക്കിയൊക്കെ തെറ്റ് എന്ന് സ്ഥാപിക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഇല്ല. ഇവിടെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ശരികൾ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവനവന്റേതായിട്ടുള്ള പന്ഥാവിലൂടെ അല്ലെ ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, ഏകം സത് വിപ്രാ ബഹുധാ കൽപ്പയന്തി. ഏകമായിട്ടുള്ള സത്യത്തെ തന്നെ വിപ്രന്മാർ ബഹുത്തായിട്ട് ആരാധിക്കുമ്പോൾ ഒരേ സത്യത്തിലേക്കുള്ള മാർഗങ്ങൾ ശരിയാണെന്ന് വിപ്രന്മാരെല്ലാവരും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നത് ആകാശം പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. എങ്ങനെയാണോ ആകാശത്തു നിന്ന് പതിക്കുന്ന ജലത്തുള്ളികൾ പല വഴികളിലൂടെ ഒരേ സാഗരത്തിൽ വന്നു ചേരുന്നത്, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾ ഏതൊക്കെ മൂർത്തിയുടെ പേരിലായിക്കോട്ടെ, ഏതൊക്കെ സമ്പ്രദായത്തിലൂടെ ആയിക്കോട്ടെ, ഏതൊക്കെ മാർഗങ്ങളിലൂടെ ആകട്ടെ, അവസാനം ഇതിനെല്ലാം ഞാൻ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇതൊന്നും തെറ്റായിട്ടുള്ള വഴിയില്ല. ഓൾവേസ് ലീഡ് ടു റോം എന്ന് പറഞ്ഞ പോലെ എല്ലാ പ്രാർത്ഥനയും അവസാനം അവിടെ തന്നെ വന്ന് ചേരുന്നുണ്ട്. അപ്പോ പ്രധാനപ്പെട്ട ആചാര്യന്മാരിൽ ഓരോ മാർഗത്തിനും വഴികാട്ടികളായിട്ടുണ്ട്. മാധവാചാര്യനാണ് നമ്മുടെ ഈ പറയുന്ന രുദ്ര വൈഷ്ണവിസം പറയുന്നത്. ഏറ്റവും അവസാനം പറഞ്ഞ ഈ കൗമാര വൈഷ്ണവം എന്ന് പറയുന്ന നിമ്പർക്കാചാര്യൻ എന്ന് പറയുന്ന ഒരു ആചാര്യനാണ്. ഇതില് ശ്രീ വൈഷ്ണവ സമ്പ്രദായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിന്റെ അടിസ്ഥാന സങ്കല്പം ഈ ശ്രീയുടെയും വിഷ്ണുവിന്റെയും സമത്വം, അതിന്റെ ഐക്യമാണ്. അതായത് നമ്മുടെ ശ്രീവല്ലഭൻ എന്നുള്ള പേര് തന്നെ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കൂ. വിഷ്ണുവിന് അറിയപ്പെടുന്നത് ശ്രീയുടെ ഭർത്താവ് എന്നാണ്. സാധാരണ അങ്ങനെയല്ലല്ലോ നമ്മൾ വിലാസം പറയാറ് അല്ലേ? നിങ്ങളെ ആരെങ്കിലും സാധാരണ പരിചയപ്പെടുത്തുമ്പോൾ ഇന്നയാളുടെ ഭർത്താവ് എന്നാണോ പരിചയപ്പെടുത്തുന്നത്? അങ്ങനെ പരിചയപ്പെടുത്തണമെങ്കിൽ എത്രത്തോളം മൗലികമായിട്ടുള്ള ഒരു പാരസ്പര്യം ഇവർക്കിടയിൽ ഉണ്ട്.
എത്രത്തോളം അഭിമാനപൂർവ്വമാണ് തന്റെ നല്ല ഭാര്യയെ കൂടെ ചേർത്ത് വെച്ചിട്ടുള്ളത്. മറ്റേയാളുടെ പേര് തന്റെ തന്നെ മേൽവിലാസമാക്കുന്ന മട്ടിലുള്ള പാരസ്പര്യമാർക്കിടയിലുണ്ട്. മാധവൻ എന്ന വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. മാധവൻ, മായുടെ ധവൻ. ശ്രീവല്ലഭൻ, വല്ലഭൻ എന്ന് പറഞ്ഞ ഭർത്താവ്, ശ്രീവല്ലഭൻ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഭർത്താവ് അല്ലെ. ജലധി ജാമാത എന്നാണ് വിളിക്കുന്നത്. ജലധി ജാമാത എന്നുള്ള സാഗരത്തിന്റെ മരുമകൻ. ഇതൊക്കെ മഹാലക്ഷ്മിയുടെ പേരിൽ നിന്ന് വന്ന വിഷ്ണുവിനുള്ള പര്യായങ്ങളാണ്. അപ്പോ വിഷ്ണുവിന്റെ മൗലികമായിട്ടുള്ള ഗുണം എന്നത് വിഷ്ണുവിനെ വിഷ്ണുവാക്കുന്ന വിഷ്ണുവിലെ സ്ത്രീത്വമാണ് എന്നാണ്. സ്ത്രീത്വം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഐശ്വര്യം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയുന്ന വിഷ്ണുവിനെ വിഷ്ണുവാക്കുന്ന മൗലിക ഗുണം വിഷ്ണുവിൽ കൂടിയിരിക്കുന്ന സ്ത്രീത്വമാണ്. വിഷ്ണുവിന്റെ കൂടെ ഉണ്ടായിരുന്നത് സ്ത്രീക്ക് പകരം പാർവതിയാണെങ്കിൽ വിഷ്ണു ആവുമായിരുന്നില്ല, അത് മറ്റൊന്നായി മാറുമായിരുന്നു. അതിന്റെ ഗുണം, അതിന്റെ രൂപം, അതിന്റെ ഭാവം, അതിന്റെ സ്വഭാവം, അതിന്റെ പ്രവർത്തനം, അതിന്റെ പ്രതിപ്രവർത്തനം ഇതെല്ലാം മറ്റൊന്നായി മാറുന്നു. വിഷ്ണുവിനോടൊപ്പം ഇരിക്കുന്ന അനുഗുണമാകുന്ന ശക്തി സരസ്വതിയുടെ ശക്തിയാണെങ്കിൽ, വിദ്യാധിബീജമാണെങ്കിൽ അതിന്റെ ഗുണം, അതിന്റെ സ്വഭാവം ഒക്കെ വേറെയായി മാറ്റും. അപ്പൊ വിഷ്ണുവിനെ വിഷ്ണുവാക്കുന്നതിന്റെ മൗലിക ഗുണം അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സ്ത്രീത്വമാണ്. വിഷ്ണു വിഷ്ണുവാണെന്ന് പ്രഖ്യാപിക്കുന്നത്. നിങ്ങളുടെ ശ്രീവല്ലഭൻ, ഞാൻ ശ്രീവല്ലഭനാണെന്ന് നമ്മുടെ സാവിത്രി അന്തർജലത്തിൽ കാണിച്ചു കൊടുത്തത് ശ്രീവത്സം പ്രദർശിപ്പിച്ചിട്ടല്ലേ അല്ലെ. നെഞ്ചിലെ മറ്റേ പാടുണ്ടല്ലോ, വിഷ്ണുവാണെന്ന് തെളിയിക്കുന്ന പാട് ശ്രീവത്സം. വിഷ്ണുവിന്റെ അടയാളം സ്ത്രീയാണ്. അപ്പൊ അതാണ് മൗലികമായിട്ട് ശ്രീവൈഷ്ണവ സങ്കല്പത്തിന്റെ അടിത്തറ. വിഷ്ണുവിന്റെ കൂടെ ഇരിക്കുന്ന സ്ത്രീയാണ് വിഷ്ണുവിന്റെ ആദി ഗുരു. ആ സ്ത്രീയിലൂടെയാണ് ഈ വൈഷ്ണവ സമ്പ്രദായം വ്യാപിക്കുന്നത്, പ്രചരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് ഇതിന്റെ ആചാര്യ പരമ്പരയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിട്ട് നമ്മൾ കാണുന്നതാണ് 5-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന വൈഷ്ണവ ആഴ്വാർമാർ. ആഴ്വാർമാർ എന്ന് പറയുന്നത് വൈഷ്ണവ ഭക്ത കവികളായിരുന്ന 12 പേരാണ്. നമ്മുടെ ശൈവ നയനാന്മാരെന്നും വൈഷ്ണവ ആഴ്വാർമാരെന്നും പറയാറുണ്ട് അല്ലെ. ശിവന്റെ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്ന ശിവൻ എന്ന് പറയുന്ന തത്വത്തെ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ ഹൃദയതത്വമാക്കി മാറ്റുന്നതിന് ഒരു ജീവിതം മുഴുവൻ സമർപ്പിച്ചിട്ടുള്ള ഭക്തിയെ സർവർക്കും ഒരുപോലെ അനുഭവവേദ്യമാകുന്ന ഒരു സാർവത്രിക ഗുണമാക്കിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഭക്തി പ്രസ്ഥാനം. അതുവരെ ഏതെങ്കിലുമൊക്കെ ചില വിഭാഗത്തിന്റെയോ ഏതെങ്കിലുമൊക്കെ ചില സമുദായത്തിന്റെയോ ഏതെങ്കിലുമൊക്കെ ചില സമ്പ്രദായത്തിന്റെയോ മാത്രം നിയന്ത്രണത്തിലിരുന്ന, അവരുടെ കസ്റ്റഡിയിലിരുന്ന ചില മൂർത്തികളെ ആരുടെയുമല്ല എല്ലാവരുടെയും ഒരുപോലെ ആക്കി മാറ്റുന്ന, എല്ലാവർക്കും ആരാധനയ്ക്ക് ഒരുപോലെ അർഹതയുണ്ടെന്ന് പറയുന്ന, എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരുപോലെ ഈശ്വരൻ കുടിയിരിക്കുന്നുണ്ട്, അവിടെ പതിത്വമില്ല, അവിടെ പാവനത്വമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഭക്തിയുടെ ഒരു സാർവത്രികവൽക്കരണമായി നടന്നിട്ടുള്ള മൂവ്മെന്റാണ് യഥാർത്ഥത്തിൽ ഭക്തി മൂവ്മെന്റ്. യഥാർത്ഥത്തിൽ ഈ ഹിന്ദു ധർമ്മത്തെ ഒരു ഐക്യമത്യ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത്. വിവിധ എന്താ പറയാ, വിവിധ സമ്പ്രദായങ്ങളായി, വിവിധ വിഭാഗങ്ങളായി, വിവിധ പന്തുകളായി, വിവിധ ജാതികളായി ഒക്കെ പിരിഞ്ഞു നിന്നിരുന്ന ശൈവരായി, വൈഷ്ണവരായി, ശക്തരായി, ഗാണഭക്തരായി ഒക്കെ പിരിഞ്ഞു നിന്നിരുന്നവരെല്ലാം ഇതിലേക്ക് ഒന്നു ചേർക്കുന്ന ഒരു വലിയ ഗ്രാൻഡ് യൂണിഫിക്കേഷൻ മൂവ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഭക്തി മൂവ്മെന്റ്. നമുക്ക് അഭിമാനത്തോട് പറയാവുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ എപ്പോഴൊക്കെ ഹിന്ദുധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവതാരങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ദക്ഷിണേന്ത്യയുടെ മണ്ണിൽ നിന്നാണ്. അതുകൊണ്ടാണ് ബുദ്ധ ജൈന ധർമ്മങ്ങളുടെ വലിയ ആക്രമണം കൊണ്ട് ഹിന്ദുധർമ്മത്തിന് വലിയ തിരിച്ചടി ഉണ്ടായ കാലത്ത്, ഒരു കാലത്ത് എങ്ങനെയാണോ ആയുധങ്ങളുമായിട്ട് ഈശ്വരൻ അവതരിച്ചത്, അതിന് പകരം ഇത്തവണ ഏകഛത്രവും കാഷായവുമായിട്ട് ജ്ഞാനരൂപത്തിൽ ഈശ്വരൻ അവതരിച്ചത് ഇവിടെ കാലടിയിൽ നിന്നാണ്. ഈ കേരളത്തിലാണ് ഭഗവാൻ അവതരിച്ചിട്ട് ഭഗവാൻ ഭാഷ്യകാരനായിട്ട് ദിഗ്വിജയം നടത്തി വടക്കേന്ത്യ വരെ പോയി എല്ലാവരെയും സംവാദ മികവ് കൊണ്ട് തോൽപ്പിച്ചിട്ട്, ആയുധം കൊണ്ടല്ല, ബലം കൊണ്ടല്ല, യുദ്ധം കൊണ്ടല്ല, സംവാദ മികവ് കൊണ്ട് തോൽപ്പിച്ചിട്ട് ഈ ധർമ്മത്തിന്റെ പ്രൗഢിയെ പുനഃസ്ഥാപിക്കുന്നു. ശങ്കരൻ ആചാര്യനാണ്, അല്ലെങ്കിൽ ശങ്കരൻ ഭഗവാനാണ്. ഞാൻ പറയുന്നത് ആ ജീവിതം കൊണ്ടാണ്. അതുകൊണ്ട് ഞാനൊരു ഒരു അതിശയോക്തി പറയുകയല്ല. ശങ്കരന്റെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ ഒരു മനുഷ്യന് സാധ്യമാണോ അതെന്ന് നമുക്ക് സംശയം തോന്നും. 32 വയസ്സിലാണ് ശങ്കരാചാര്യ സ്വാമിയുടെ സമാധിയാവുന്നത്. 32 വയസ്സിൽ. ഞാനത് 33 വയസ്സായി ഇപ്പോഴാണ് ആലോചിച്ചു തുടങ്ങിയത് എന്താ ജീവിതത്തിൽ ചെയ്യേണ്ടത്, എന്താ നമ്മുടെ ദൗത്യം. 32 വയസ്സാകുമ്പോഴേക്കും ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധിയായി. 8-ാം വയസ്സിലാണ് കാലടിയിലെ മറ്റേ പെരിയാറിൽ മുതലയായിട്ട് വന്നിട്ടുള്ള
നാരായണന്റെ വായിൽ നിന്ന് മോചിച്ചിട്ട് അമ്മയുടെ അടുത്ത് രക്ഷപ്പെട്ടിട്ട് മുമ്പിൽ സന്യസിക്കാൻ വേണ്ടി പോകുന്നു 8 വയസ്സിൽ. പിന്നീട് സമാധിയാവുന്ന വരെയിൽ 24 കൊല്ലം കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേരളത്തിലെ കാലടി ഇന്ന് കശ്മീരിലെ നീലം താഴ്വരയിലാണ് ഈ സർവജ്ഞപീഠം എന്ന് നമ്മൾ വിളിക്കുന്ന ശാരദാപീഠം. ഇപ്പോഴത്തെ പാക് ഒക്യുപ്പൈഡ് കശ്മീരില നീലം താഴ്വര. അങ്ങനെ കശ്മീരിലെ നീലം താഴ്വര വരെ കാൽനടയായി പോയിട്ട് അവിടെ സംവാദം കൊണ്ട് ഈ സർവജ്ഞപീഠത്തിന്റെ ശാരദാപീഠത്തിന്റെ ദക്ഷിണദ്വാരം ആദ്യമായിട്ട് തുറപ്പിച്ചു. അങ്ങനെ സർവജ്ഞനാണെന്നുള്ള പദവി നേടി. കഴിഞ്ഞില്ല, അവിടെ നിന്ന് അങ്ങോട്ട് രാജ്യത്തിന്റെ 4 ദിക്കുകളിലേക്ക് ദിഗ്വിജയം, ശങ്കര ദിഗ്വിജയം കൊണ്ട് 4 ദിക്കുകളിലേക്ക് യാത്ര നടത്തി കിട്ടാവുന്നിടത്തോളം പണ്ഡിതന്മാരും മുഴുവൻ സംവാദം കൊണ്ട് തോൽപ്പിച്ച് അവരെയൊക്കെ തന്നെ ധർമ്മത്തിലേക്ക് കൊണ്ടുവന്നു. രാജ്യത്തിന്റെ 4 അതിർത്തിയിൽ 4 വേദങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി 4 മഠങ്ങൾ സ്ഥാപിച്ചു. ചില ആൾക്കാർ പറയാറുണ്ട്, ഈ ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായത്. അതിന് പിന്നീട് രാജ്യം ഉണ്ടാക്കിയ ചെതറിക്കിടക്കുന്ന കുറെ നാട്ടുരാജ്യങ്ങളാണ്. ശങ്കരാചാര്യ സ്വാമികളുടെ ദിഗ്വിജയത്തിന്റെ മാപ്പ് എടുത്ത് നോക്കൂ. പൊളിറ്റിക്കൽ ഇന്ത്യയുടെ മാപ്പ് വരച്ചു വെച്ച പോലെ ഉണ്ടാവും. ഇന്ത്യയുടെ 4 അതിൽ എവിടെയാണെന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന 4 മഠങ്ങൾ 4 വേദങ്ങളുടെ പ്രചാരത്തിന് വേണ്ടി. ഈ പറയുന്ന പ്രസ്ഥാനത്രയങ്ങളിൽ നിന്ന് മുഴുവൻ ഭാഷ്യം ജപിച്ചു. ഭഗവത്ഗീതയ്ക്ക്, ബ്രഹ്മസൂത്രത്തിന്, ഉപനിഷത്ത് ഒന്നിനല്ല 10 ഉപനിഷത്തുകൾക്കും ദശോപനിഷത്തുകൾക്കും ശങ്കരാചാര്യ സ്വാമിയുടെ ഭാഷ്യം ജപിച്ചു. 100 കണക്കിന് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. 1000 കണക്കിന് ശ്ലോകങ്ങൾ, ഷടകങ്ങൾ, നിർവ്വാണങ്ങൾ, അഷ്ടകങ്ങൾ ഇതെല്ലാം സമച്ചു. 1000 കണക്കിന് ആളുകളെ തന്റെ പുതിയ വിശ്വാസ സമ്പ്രദായത്തിലേക്ക്, അദ്വൈതം എന്ന് പറയുന്ന ഒരു വിശ്വാസ സമ്പ്രദായം രൂപീകരിച്ചിട്ട് മഹാരാജാക്കന്മാർ മുതൽ മഹായാന ബൗദ്ധന്മാർ വരെയുള്ള ആളുകളെ മുഴുവൻ ആ സമ്പ്രദായത്തിലേക്ക് ആകർഷിച്ചു. നമ്മുടെ രാജ്യത്ത് പിന്തുടരുന്ന ദശനാമി എന്ന് പറയുന്ന സമ്പ്രദായത്തിലുള്ള സന്യാസ സമ്പ്രദായം മുഴുവൻ സ്ഥാപിച്ചു. അങ്ങനെ ഒരു മനുഷ്യായുസിൽ ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്ത് 32 വയസ്സിൽ അദ്ദേഹം സമാധി പ്രാപിച്ചു. അപ്പോൾ അദ്ദേഹം മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ. ഞാൻ പറഞ്ഞ ഏതൊക്കെ സമയത്ത് ഈ ധർമ്മത്തിന് ഗ്ലാനി നേരിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ദക്ഷിണേന്ത്യയിൽ നിന്ന് വലിയൊരു പ്രതിരോധം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ആഴ്വാർമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഈ പറയുന്ന ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഭക്തി മൂവ്മെന്റ് ഉണ്ടാവുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നാണ്. ഈ പറയുന്ന തമിഴ് ആഴ്വാർമാർ എന്ന് പറയുന്ന 12 പേരാണ് ഈ ഭക്തി മൂവ്മെന്റ് ആരംഭിക്കുന്നത്. പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്, ഒരേ സമയത്ത് ജീവിച്ചിരുന്ന ആൾക്കാരല്ല. 5-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചിരുന്നതെന്നുള്ളതാണ് ഈ ആധുനിക ചരിത്രകാരന്മാർ പറയുന്നത്. അവരിലൂടെ ആരംഭിക്കുന്ന ആഴ്വാർ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ആണ്ടിറങ്ങിയവർ, ആഴത്തിൽ അങ്ങ് ലയിച്ചു പോയവർ, അതിനാണ് ആണ്ടുപോയവർ എന്ന അർത്ഥത്തിലാണ്. വിഷ്ണു എന്ന് പറയുന്ന വിശ്വാസത്തിൽ, വൈഷ്ണവ ധർമ്മത്തിൽ സ്വയം മതിമറന്ന് ആഴ്ന്നു പോയവരെയാണ്, അലിഞ്ഞു പോയവരെയാണ് നമ്മൾ ആഴ്വാർമാരെന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ 10 ആഴ്വാർമാരേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ ആണ്ടാളിനെയും അതുപോലെ തന്നെ മധുരകവി ആഴ്വാറേയും ഇപ്പോ ആഴ്വാർമാരായിട്ടാണ് പരിഗണിക്കാറുള്ളത്. ആണ്ടാളിനെ അവരുടെ ഭക്തി കൊണ്ടും മധുരകവി ആഴ്വാറിനെ അവരുടെ പാണ്ഡിത്യം കൊണ്ടും ആഴ്വാർമാരായി തന്നെയാണ് പരിഗണിക്കേണ്ടത് എന്നതുകൊണ്ട് 12 ആഴ്വാർമാരുണ്ട്. ഈ 12 ആഴ്വാർമാർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വേദത്തെ നല്ല തങ്ക തമിഴിലേക്ക്, ചെന്തമിഴിലേക്ക് പരിവർത്തനം ചെയ്ത് സാധാരണക്കാരുടെ മനസ്സിലാവുന്ന ശീലുകളായിട്ട് വേദത്തെ തർജ്ജമ ചെയ്യാറുണ്ട്. വൈദികമായിട്ടുള്ള സത്യത്തെ, വൈദികമായിട്ടുള്ള തത്വങ്ങളെ, ഉപനിഷത്തിന്റെ മർമ്മത്തെ മുഴുവൻ സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്തു. ഈ പറയുന്ന 12 ആഴ്വാർമാരുടെ ഈ കൃതികളെ ഒന്നിച്ചു ചേർത്തതാണ്. അവരുടെ എല്ലാ കൃതികളെ കമ്പൈൻ ചെയ്തതിനെയാണ് നമ്മൾ 4000 ദിവ്യദേശ പ്രബന്ധം വിളിക്കുന്നത്. ഈ 12 ആഴ്വാർമാരും അവരുടെ ജീവിത കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള മുഴുവൻ കൃതികളെയും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ 4000 ശ്ലോകങ്ങളാണുള്ള. ആ 4000 ശ്ലോകങ്ങളെ നമ്മൾ പ്രബന്ധങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ആഴ്വാർമാരുടെ ജീവിതകാല കൃതികളാണ് 4000 ദിവ്യദേശ പ്രബന്ധങ്ങൾ. ഈ 4000 ദിവ്യദേശ പ്രബന്ധങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഇവരെല്ലാവരും 108 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലുള്ള വിഷ്ണുവിനെ സംബന്ധിച്ച സംസാരം. വിഷ്ണു എന്ന് പറയുന്ന ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന, വിഷ്ണു എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെയാണല്ലോ, വ്യാപിക്കുന്നവനാണല്ലോ വിഷ്ണു. അങ്ങനെ വ്യാപിച്ചു നിൽക്കുന്ന വിഷ്ണുവിനില്ല. പിന്നെയോ ഈ വൈഷ്ണവിസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സമ്പ്രദായം ആർച്ച എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് വിഷ്ണു എല്ലാം വ്യാപിച്ചു നിൽക്കുന്നവരും നിറഞ്ഞു നിൽക്കുന്നവരുമാണെങ്കിലും അവന് 5 അവസ്ഥകളുണ്ട്, 5 ഭാവങ്ങളുണ്ട്. ജലം, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ജലത്തിന് 3 തലങ്ങൾ, 3 ഭാവങ്ങളുണ്ടല്ലോ അല്ലെ. ജലമായിട്ടും വാതകമായിട്ടും ഘരമായിട്ടും നിൽക്കുന്നത് പോലെ വിഷ്ണു എന്ന് പറയുന്ന സങ്കല്പം 5 പ്രധാനപ്പെട്ട ഭാവങ്ങളിലാണ് നിൽക്കുന്നത്. പിന്നെ ഒരു ഭാവത്തിന് പരത്വം.
ഫലത്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഋഷീശ്വരന്മാർ മുതലായവർക്ക് മുന്നിൽ അനാദികാലം മുതൽ വിഷ്ണു സ്വയം പ്രത്യക്ഷപ്പെട്ടിരുന്നത്, ശ്രീമൻ നാരായണൻ സ്വയം പ്രദർശിപ്പിച്ചിരുന്നത്, ആ ഭാവത്തെയാണ്. മഹാഭാരത യുദ്ധത്തിനിടയിൽ അർജുനൻ കാണുന്ന ഒരു വിരാട് രൂപം ഉണ്ടല്ലോ, അർജുനൻ കണ്ടല്ലോ വിഷ്ണുവിനെ. അതല്ലെങ്കിൽ നമ്മുടെ പൂരമ്മ കണ്ടല്ലോ, അതല്ലെങ്കിൽ നമ്മുടെ സ്വാമിയാര് കണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പേർക്ക് മുന്നിൽ, ഋഷീശ്വരന്മാർക്ക് മുന്നിൽ എങ്ങനെയാണോ ശ്രീമന്നാരായണൻ സ്വയം വെളിപ്പെടുത്തിയിട്ടുള്ളത്, ആ രൂപത്തെയാണ് പരത്വം എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് വ്യൂഹം. വ്യൂഹം എന്നാണ് പറയുക. വ്യൂഹം എന്ന് പറയുന്നത് ഈ പരാവാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിങ്ങനെയുള്ള ഭാവങ്ങളിലൂടെ പല കാലഘട്ടങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷ്ണുവിനെയാണ് ഒരു വ്യൂഹം എന്ന് പറയുന്നത്. പിന്നീട് വിഭവം എന്ന് പറയും. മൂന്നാമത്തേന് വിഭവം എന്ന് പറയുന്നത് ഈ ദശാവതാരങ്ങൾ ഉൾപ്പെടെയുള്ള അവതാരങ്ങളായിട്ട് അവതരിക്കുന്ന ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയുമാണ് പ്രധാനമായിട്ടും അതിൽ പരിഗണിക്കുന്നത്. അങ്ങനെ വ്യൂഹം എന്ന് പറയുന്ന അവതാര സംബന്ധിയായിട്ടുള്ള വിഷ്ണു. നാലാമത്തത് എന്താണ്? നാലാമത്തെ വിഷ്ണുവിനെ ഇവര് അന്തര്യാമി എന്ന് പറയും. അതായത് ഇതൊരു പ്രത്യേക രൂപമായിട്ടല്ല നിൽക്കുന്നത്, എന്നാൽ എല്ലാ പദാർത്ഥങ്ങളുടെ ഉള്ളിലെ ചൈതന്യമായിട്ട് കുടികൊള്ളുന്ന വിഷ്ണു. ഇപ്പൊ ഞാനിവിടെ നിന്ന് സംസാരിക്കുകയാണ്, ശ്രീവൈഷ്ണവനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കാണുന്നത് ശങ്കുട്ടിദാസ് സംസാരിക്കുന്നതല്ല, മഹാവിഷ്ണു നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നാരായണന്റെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഭാവങ്ങളാണ് എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും കൂടിയിരിക്കുന്നത്. ഒരേ നാരായണ ചൈതന്യമാണ്. അപ്പോ എനിക്കുള്ളിൽ, ഈ മൈക്കിനുള്ളിൽ, ഈ പറയുന്ന കസേരയ്ക്കുള്ളിൽ, ഈ ചെടിക്കുള്ളിൽ, ഈ പൂവിനുള്ളിൽ ഒക്കെ ഇരിക്കുന്ന അന്തര്യാമിയായിട്ടുള്ള വിഷ്ണു സർവ്വതിനെയും ഉള്ളിൽ നിന്ന് അനുഗ്രഹിക്കുന്ന അദൃശ്യമായിട്ടുള്ള വിഷ്ണുവിന്റെ രൂപം. അങ്ങനെയാണ് ഈശാവാസ്യ പുരുഷനിൽ പറയുന്നത്, ഈശാവാസ്യം ഇതം സർവം. ഈശ്വരൻ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാവത്തിൽ, രൂപത്തിൽ എവിടെയെങ്കിലും കസേരയിട്ട് ഇരിക്കുകയല്ല, പിന്നെയോ ഈശ്വരൻ ഇങ്ങനെ സ്വയം പദാർത്ഥമായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. നമ്മൾ കാണുന്ന സമസ്ത ഭൗതികമായിട്ടുള്ള സംഗതികളും എല്ലാം ഈശ്വരന്റെ വിവിധങ്ങളായിട്ടുള്ള ഭാവങ്ങൾ തന്നെ. അപ്പൊ അതാണ് നാലാമത്തെ വിഷ്ണു, അന്തര്യാമി. അഞ്ചാമത്തെ വിഷ്ണുവിനാണ് പറയുക ആർച്ചാവതാരം. ആർച്ചാവതാരം എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനുള്ളിൽ കൂടിയിരിക്കുന്ന ചൈതന്യമായിട്ടുള്ള വിഷ്ണു. ക്ഷേത്രത്തിൽ നമ്മളൊരു വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ട്, എന്നാൽ ആ വിഗ്രഹം കേവലം ഒരു ശില്പമാണോ, കേവലം ഒരു രൂപമാണോ? അതിലെന്താണ് ഈശ്വരൻ എങ്ങനെയിരിക്കുന്നത്? അതിനുള്ളിൽ ഒരു ചൈതന്യമായിട്ട് കൂടിയിരിക്കുന്നല്ലോ, ആ ചൈതന്യത്തെയാണ് ആർച്ചം എന്ന് പറയുന്നത്. അങ്ങനെ മഹാവിഷ്ണുവിന്റെ സവിശേഷമായിട്ടുള്ള ചൈതന്യം ഈ രാജ്യത്ത് വ്യാപിച്ചു നിൽക്കുന്ന പ്രധാനപ്പെട്ട 108 ദിവ്യദേശങ്ങളെയാണ് ഈ 4000 ദിവ്യദേശ പ്രബന്ധങ്ങളിലൂടെ ഈ 12 ആഴ്വാർമാർ നമുക്ക് പരിചയപ്പെടുത്തി തന്നല്ലോ. അപ്പൊ അതിൽ 2 ആഴ്വാർമാർ, അതായത് ആർക്ക് മുന്നിലാണോ മഹാവിഷ്ണുവിന്റെ നിർമാല്യധാരിയായിട്ടുള്ള വിശ്വക്സേനൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നീയൊരു ആഴ്വാറാണ് എന്ന് പറഞ്ഞു കൊടുത്തത്. ആഴ്വാർ എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് ഇവർക്കുണ്ടാവുന്നത് നമ്മാഴ്വാർ എന്ന് പറയുന്ന നമ്മളാഴ്വാർക്ക് മുന്നിൽ വിശ്വക്സേനൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിങ്ങളുടെ അമ്പലത്തിലുണ്ടല്ലോ വിശ്വക്സേനൻ, കണ്ടിട്ടില്ലേ? നിർമാല്യധാരി ആർക്കാണോ മഹാവിഷ്ണുവിന്റെ തലേന്ന് അണിയിച്ചിട്ടുള്ള മാല പിറ്റേന്ന് ധരിക്കാനുള്ള അവകാശം മുദ്രയാണ് നിർമാല്യധാരി. മുദ്ര വിഷ്ണുവിന്റെ ഭക്തോത്തംസരാണ്, വിഷ്ണു ഭക്തിയുടെ മൂർത്തരൂപമാണ്. വിഷ്ണുവിന്റെ ഭക്തി ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് മാറ്റി, അതാണ് വിശ്വക്സേനൻ. ആ വിശ്വക്സേനാണ് ആൾവാരോട് പറയുന്നത്, വിഷ്ണുവിൽ അണ്ടവരാണ് നിങ്ങൾ, നിങ്ങളുടെ ദൗത്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആൾവാർമാരുടെ കൃതികളെ നമ്മൾ എന്ത് പറയുന്നറിയോ? ദ്രാവിഡ വേദം എന്നാണ്. എങ്ങനെയാണോ ആർഷഭാരത പരമ്പരയിൽ ഋഷീശ്വരന്മാരുണ്ടാക്കിയിട്ടുള്ള അന്നത്തെ വാണിക്ക് നമ്മൾ വേദം എന്ന് വിളിച്ചത്, ആ വേദത്തിന്റെ തന്നെ ദക്ഷിണേന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുള്ള പുനരവതാരമാണ് ആഴ്വാർമാരുടെ 4000 ദിവ്യദേശ പ്രബന്ധം. അതുകൊണ്ടാണ് അതിന് നമ്മൾ ദ്രാവിഡ വേദം, തമിഴിൽ അവതരിച്ചിട്ടുള്ള വേദം എന്നാണ് വിളിക്കുക. കാരണം സാക്ഷാൽ നാരായണൻ തന്നെ അവരിലൂടെ തോന്നിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ 12 ആഴ്വാർമാരെ നാരായണന്റെ 12 അവതാരങ്ങളായി കാണുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഓരോ ആഴ്വാർമാര് വിഷ്ണുവിന്റെ 12 ദിവ്യായുധങ്ങളുടെ ശംഖ്, ചക്രം, ഗദ, പത്മം, മുസലം ഇങ്ങനെയുള്ള വിവിധമായിട്ടുള്ള ആയുധങ്ങളാണ് പലതായിട്ട് അവതരിക്കുന്നത്. ഇതൊക്കെയുള്ള സങ്കല്പമുണ്ട്. അങ്ങനെയുള്ള ആളായിട്ടുള്ള നമ്മാഴ്വാർ എന്ന് പറയുന്ന ആള് നമ്മുടെ ശ്രീവല്ലഭ ക്ഷേത്രത്തെ പറ്റിയിട്ട് 12 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ദിവ്യദേശ പ്രബന്ധങ്ങളിൽ അദ്ദേഹം 12 ശ്ലോകങ്ങൾ എഴുതിയിട്ടുള്ളത് തിരുവല്ലയിലെ ശ്രീവല്ലഭനെ പറ്റിയിട്ടാണ്. അതേപോലെ തന്നെ തിരുമങ്കൈ ആഴ്വാർ, ഏറ്റവും അവസാനത്തെ ആഴ്വാർ, ഈ നമ്മാഴ്വാർ ജീവിച്ചിരുന്ന 5-ാം നൂറ്റാണ്ടിലാണെങ്കിൽ തിരുമങ്കൈ ആഴ്വാർ ജീവിച്ചിരുന്ന 9-ാം നൂറ്റാണ്ടിലാണ്. 4 നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട് ഇവർക്കിടയിൽ. തിരുമങ്കൈ ആഴ്വാരുടെ ദിവ്യദേശ പ്രബന്ധങ്ങളിൽ 11 ശ്ലോകങ്ങൾ ശ്രീവല്ലഭനെ പറ്റിയിട്ടാണ്. ഈ എന്താണ് എന്തോ പേര് പറയല്ലോ, തിരുമണവാളൻ,
സുന്ദരായനൻ, കോലപ്പീരാൻ, അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള പേരുകളെ നമ്മളിപ്പോ വിളിക്കുന്നില്ലേ, ശ്രീവല്ലഭനെ വിളിക്കുന്ന പേരില്ലേ? ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മുടെ ഭാഷയിൽ നിന്നുണ്ടായിട്ടുള്ള പേരുമല്ല. ഇതൊക്കെ ഹസ്തർ ചെന്തമിഴില് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ വൈഷ്ണവ ആഴ്വാർമാർ വിളിച്ചിട്ടുള്ള പേരാ. ഈ സുന്ദരായനൻ അല്ലെങ്കിൽ സുന്ദരേശൻ ഇതൊക്കെ വിളിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചത് ഓർമ്മയുണ്ട്? കാരണം വിഷ്ണുവിന്റെ മോഹന രൂപം കണ്ട സ്ത്രീകൾ പ്രവചിച്ചിട്ട് ശ്രീകോവിലുള്ളിൽ കയറി പോയിരുന്നത്രേ. ഇവിടെ 1968 വരെ സ്ത്രീകൾക്ക് എല്ലാ ദിവസവും പ്രവേശനം ഉണ്ടായിരുന്നില്ല. വർഷത്തിൽ 2 ദിവസം മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ധനുവിലെ തിരുവാതിരയ്ക്കും മേടത്തിലെ വിഷു. ധനുവിലെ തിരുവാതിര വിശേഷമാണ്, മേടത്തിലെ വിഷു വർഷാരംഭമാണ്. ഈ 2 ദിവസങ്ങളിൽ മാത്രമേ സ്ത്രീകളെ കയറ്റിയിരുന്നുള്ളൂ. സ്ത്രീകളെ കയറ്റുമ്പോൾ എന്താ ചെയ്തിരുന്നു അറിയോ? അന്ന് വിഷ്ണുവിന്റെ അലങ്കാരം മുഴുവൻ ഒഴിവാക്കിയിട്ട് ഇവരുടെ മേത്ത് മുഴുവൻ കരിയൊക്കെ വാരി തേച്ച് കാട്ടാളനെ പോലെ വേടനെ പോലെ ഒരുക്കി പഴയ കീറി പറഞ്ഞ തുണിയൊക്കെ അലങ്കരിപ്പിച്ചിട്ട് തീരെ കാണാൻ കൊള്ളാത്ത രൂപത്തിലാക്കിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ശരിക്കുള്ള രൂപത്തിൽ കണ്ട ആൾക്കാർ മോഹിക്കാതെ, ആൾക്കാർ മോഹിച്ചിട്ട് നേരെ ഈ ശ്രീകോവിലുള്ളിലേക്ക് കയറുന്നു. അങ്ങനെ 2-3 വട്ടം ഇവിടെ ശുദ്ധിയൊക്കെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളെ കയറ്റാണ്ടിരിക്കുന്നൊരു സമയമുണ്ട്. ഇപ്പോഴും ഇവിടെ മുഴുക്കാപ്പില്ലല്ലോ, ഇപ്പോഴും ഇവിടെ ചന്ദ്രൻ നടത്തില്ലല്ലോ. എന്താ ചെയ്യാത്തതുകൊണ്ടാ വെച്ചാൽ സുന്ദരനായതുകൊണ്ടാണ്. മോഹിപ്പിക്കുന്ന, ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിക്കുന്ന വല്ലഭനാണത്. അത് എന്താണ്? അത് അത്രയും അസാധ്യമായിട്ടുള്ള, അപ്രതിരോധ്യമായിട്ടുള്ള, അനിരോധ്യമായിട്ടുള്ള സൗന്ദര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള നിരവധി വിശേഷണങ്ങൾ ശ്രീവല്ലഭനെ പറ്റിയിട്ട് വരുന്നത് നമ്മുടെ കാലഘട്ടത്തിലല്ല, പിന്നെയോ 15 നൂറ്റാണ്ടുകൾക്ക് മുൻപ്, 5-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന 4000 ദിവ്യദേശ പ്രബന്ധങ്ങളിലാണ്. അപ്പൊ ഈ ദിവ്യദേശങ്ങൾ എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം ഇന്ത്യയിലെ വൈഷ്ണവ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ വൈഷ്ണവിസം എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ തന്നെ ഉണ്ടാക്കുന്നില്ല. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇവർ കണക്കാക്കുന്ന വിഷ്ണുവിന്റെ രൂപമാണ്, ആർച്ചമാണ് ക്ഷേത്രത്തിലെ വിഷ്ണു. നമുക്ക് പലപ്പോഴും ഉള്ളൊരു സംശയം എന്താ വെച്ചാൽ, നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സമ്പ്രദായങ്ങളുമായിട്ട് വേണ്ടത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ മൂർത്തിയും ദൈവവും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ദൈവമാണ് ക്ഷേത്രത്തിലുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും ക്ഷേത്ര നിയമങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ ചോദിക്കുന്നത്, ദൈവത്തിന് എന്തിനാണ് നിയമം, ദൈവത്തിന് എന്തിനാണ് നിയന്ത്രണം, ദൈവത്തിന് അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ശബരിമലയിലെ യുവതി പ്രവേശനത്തിന്റെ പ്രശ്നം വന്നപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ദൈവത്തിന് എന്താണ് പെണ്ണെന്നുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞു, ഈ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ഹിന്ദുധർമ്മത്തിലില്ലല്ലോ. ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം തന്നെ ഹിന്ദുധർമ്മത്തിലില്ല. ദൈവത്തിന് എന്തിനാ പ്രാർത്ഥിക്കുന്നു? ദൈവത്തിനെ മനുഷ്യനെ പ്രാർത്ഥിച്ചെത്തുമോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവം അറിയോ? ഈ സമസ്ത ജനാചരങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ദൈവം, ഗോഡ്, ജനറേറ്റർ, അല്ലെങ്കിൽ ഈ പറയുന്ന ഓംനിപൊട്ടന്റ്, ഓംനിപ്രസന്റ്, ഓംനിസിയന്റ് ആയിട്ടുള്ള സർവശക്തനായിട്ടുള്ള ദൈവം, മനുഷ്യന്റെ ആരാധന എന്തിന്? സർവ്വജനാചരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ സംബന്ധിച്ചിട്ടുള്ള എന്താണ് മനുഷ്യൻ? അല്ലെ? നമ്മള് ലളിതാ സഹസ്രനാമത്തിൽ ഭഗവതിനെ പറ്റി പറയും, അനേക കോടി ബ്രഹ്മാണ്ട ജനനി, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ ജനിപ്പിച്ചറിയുന്ന. എത്ര ബ്രഹ്മാണ്ടങ്ങളെ? അനേക കോടി. അവരുടെ കാലിന് ചോട്ടിലെ പാദധൂളിയിൽ നിന്ന് അനേകതി ബ്രഹ്മാണ്ടങ്ങളിൽ നിന്ന് ഉയർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അനേക കോടി ബ്രഹ്മാണ്ടങ്ങളില് ഒരു ബ്രഹ്മാണ്ടത്തിലെ, ഒരു സൗരയൂഥത്തിലെ, ഒരു കുഞ്ഞു ഗ്രഹത്തിലെ, ഒരു ഭൂഖണ്ഡത്തിലെ, ഒരു രാജ്യത്തിലെ, ഒരു സംസ്ഥാനത്തിലെ, ഒരു ജില്ലയിലെ, ഒരു ഗ്രാമത്തിലെ, ഒരു വീട്ടിലെ മനുഷ്യൻ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈ പ്രപഞ്ച ശക്തിക്ക് എന്ത് മാറ്റാനുള്ളത്? യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് സഗുണമായിട്ടുള്ള ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് ഇതിലൊന്നും ഭ്രമിക്കുന്നില്ലല്ലോ. അത് സ്വയം ഞാൻ ഈശ്വരനാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് പോലും ഇല്ലല്ലോ. അതിന് വ്യക്തിഭാവമില്ലല്ലോ, സ്വാനുഭാവമില്ലല്ലോ, സ്വയം ബോധ്യമില്ലല്ലോ, പ്രീതിലോപങ്ങളില്ലല്ലോ, ഇഷ്ടാനിഷ്ടങ്ങളില്ലല്ലോ. പക്ഷെ ഇതൊന്നും അല്ലല്ലോ ക്ഷേത്രത്തിലെ മൂർത്തി. ക്ഷേത്രത്തിലെ മൂർത്തിക്ക് സ്വാനുഭാവമുണ്ട്, സ്വയം ബോധ്യമുണ്ട്, ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, പ്രീതികോപങ്ങളുണ്ട്, അനുഗ്രഹ നിഗ്രഹ ശേഷികളുണ്ട്. അപ്പോ സർവ്വജനാചരങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ദൈവത്തെ അല്ല ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത്. പിന്നെയോ ക്ഷേത്രം എന്ന് പറയുന്ന പദ്ധതി ഉണ്ടാക്കിയതിന് പിന്നൊരു ലക്ഷ്യമുണ്ട്. ക്ഷേത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ നിരന്തരമായിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവില് ഏറ്റവും റിഫൈൻഡ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ആരാധനാ സമ്പ്രദായം. മനുഷ്യന് ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിയുമായിട്ട് നേരിട്ട് സമ്പർക്കം നടത്താൻ അനുവദിക്കുന്ന ഒരു ആധുനിക പദ്ധതിയാണ്. വൈദികമായിട്ടുള്ള ഈശ്വര സങ്കല്പമല്ല. വേദങ്ങളിലൊന്നും ക്ഷേത്രം പറയുന്നൊരു പദ്ധതിയില്ല, അല്ലെ? അന്നൊക്കെ യാഗങ്ങളും യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെയാണ്. പ്രപഞ്ച ശക്തികളൊക്കെയാണ് ആരാധിച്ചത്. ഇന്ദ്രൻ, വരുണൻ, മിത്രൻ, നിർവൃതി തുടങ്ങിയിട്ടുള്ള ഈ ദേവതകളൊക്കെയാണ് സങ്കല്പിച്ചിരുന്നത്. പിന്നീട് ഈ വേദങ്ങൾക്ക് ശേഷം ഉപനിഷത്കാലം ഉണ്ടായി. അപ്പോൾ ക്ഷേത്രങ്ങളില്ല.
ഈ പറയുന്ന ഉപനിഷത്തുകൾക്ക് ശേഷം ഇതിഹാസങ്ങളുണ്ടായി, പുരാണങ്ങളുണ്ടായി. ക്ഷേത്രപദ്ധതി ഉരുത്തിരിയുന്ന ആഗമ നിഗമങ്ങളിലൂടെയാണ്. ഏറ്റവും ഒടുവിൽ അവതരിക്കുന്ന ആഗമ നിഗമങ്ങളിലൂടെയാണ്. യാഗം എന്ന് പറയുന്നത് ശിവനും പാർവതിയും തമ്മിൽ സംവദിക്കുമ്പോൾ ശിവൻ പറഞ്ഞ കാര്യങ്ങളാണ് അത്ര ആഗമങ്ങൾ, അതിന് ഭഗവതി പ്രതിവചിച്ച കാര്യങ്ങളാണ് അത്ര നിഗമങ്ങൾ. ഇവിടുന്ന് വന്നത് ആഗമം, അവിടുന്ന് തിരിച്ചു വന്ന നിഗമം. അപ്പൊ ഏറ്റവും അവസാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. എന്തിനാ ക്ഷേത്രം ഉണ്ടായത്? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയാണാം ത്രായതേ ഇത് ക്ഷേത്രം. ഒരു നാടിനെ, ഒരു സമൂഹത്തെ, ഒരു സമാജത്തെ ക്ഷയത്തിൽ നിന്ന്, പതനത്തിൽ നിന്ന്, ചുതിയിൽ നിന്ന്, നാശത്തിൽ നിന്ന് ത്രാണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രം എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ക്ഷേത്രത്തിലുള്ളത് മൂർത്തിയാണ്, ദൈവമല്ല. ക്ഷേത്രത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് മൂർത്തിനെയാണ്. ഗോഡ് ആൻഡ് ഡൈറ്റി ആർ ഡിഫറെന്റ്. ക്ഷേത്രത്തിലുള്ളത് ഗോഡല്ല, ഡൈറ്റിയാണ്. ക്ഷേത്രമൂർത്തി, ക്ഷേത്രമൂർത്തി എന്ന് പറഞ്ഞാൽ എന്താ? അമൂർത്തമായിട്ടുള്ള ഈശ്വര സങ്കല്പത്തെ ഒരു മന്ത്രസിദ്ധനായിട്ടുള്ള ആചാര്യൻ തൻ്റെ മന്ത്രസിദ്ധി കൊണ്ട്, തൻ്റെ ബലം കൊണ്ട്, തൻ്റെ ഉപാസനാ ശക്തി കൊണ്ട് ആവാഹിച്ചെടുത്ത്, അല്ലെ, അതിന് വ്യക്തിഭാവം കൊടുത്ത്, സ്വയംബോധ്യം കൊടുത്ത്, സ്വാനുഭാവം കൊടുത്ത്, തൻ്റെ സങ്കല്പ ശക്തി കൊണ്ട് അതിനെ ഒരു വിഗ്രഹത്തിനുള്ളിലേക്ക് സന്നിവേശിപ്പിച്ച് അതിന് ജീവൻ കൊടുക്കുമ്പോൾ അത് ക്ഷേത്രമൂർത്തിയാവും. അവിടെ ആചാര്യന്റെ സങ്കല്പമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്താണോ പ്രതിഷ്ഠാ സമയത്ത് ആചാര്യൻ സങ്കല്പിക്കുന്നത് അതാണ് ആ മൂർത്തിയുടെ സ്വഭാവമായിട്ട് മാറുന്നത്. മാത്രമല്ല, അങ്ങനെയാണ് പ്രവേശിപ്പിച്ചാൽ മാത്രം പോലെ അതിന് ജീവൻ കൊടുക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രാണപ്രതിഷ്ഠ എന്നല്ലേ പറയുന്നത്. പ്രാണനാണല്ലോ പ്രതിഷ്ഠിക്കുന്നത്. ആചാര്യൻ തന്റെ ജീവശക്തിയുടെ ഒരു പങ്കിനെ, തന്റെ പ്രാണന്റെ ഒരു കഷ്ണത്തെ ആ വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് അതിന് ജീവൻ കൊടുക്കുക. അതുകൊണ്ടാണ് തന്ത്രിക്ക് ദേവന്റെ പിതൃസ്ഥാനം ഉണ്ട് എന്ന് പറയുന്നത്. വെറുതെ പറയല്ല, തന്ത്രിക്ക് ദേവന്റെ പിതൃസ്ഥാനം ഉണ്ട്. കാരണം ഈ മൂർത്തിയുടെ ചൈതന്യം തന്ത്രി തന്റെ ജീവന്റെ ഒരു പങ്കിനെ നിക്ഷേപിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോ എന്താണ് ഈ വിഗ്രഹം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഈ വിശേഷാൽ ഗ്രാഹകത്തെ ഈ വിഗ്രഹം ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈശ്വരനൊന്നും അല്ല. അതിൻ്റെ ഒരു സവിശേഷമായിട്ടുള്ള ഭാവത്തെ വിശേഷേണ ഗ്രഹിക്കാൻ സഹായിക്കുന്ന വണ്ണത്തിൽ, നിങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിന് സഹായിക്കുന്ന വണ്ണത്തിൽ നിങ്ങളോട് ഇടപഴകുന്ന, നിങ്ങൾക്ക് സംസാരിക്കാവുന്ന, നിങ്ങളെ കേൾക്കുന്ന ഒരു മൂർത്തിയാക്കി മാറ്റുമ്പോഴാണ്, മൂർത്തമായിട്ടുള്ള ഭാവമാക്കി മാറ്റുമ്പോഴാണ് അത് ക്ഷേത്രമൂർത്തിയാവുന്നത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ സർവ്വചരാചരങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവത്തിനെ നിങ്ങൾ രാവിലെ വിളിച്ചെണീപ്പിച്ചിട്ട് വേണം. ദൈവത്തിനെ നമ്മൾ വിളിച്ചു. പക്ഷെ നമുക്ക് ക്ഷേത്രത്തിലെ മൂർത്തിനെ നിങ്ങൾ രാവിലെ വിളിച്ചെണീപ്പിക്കണ്ടേ? ഇവിടെ രാവിലെ തുയിലുണർത്തൽ എന്ന് പറയുന്ന ചടങ്ങില്ലേ? സർവ്വചരാചരങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ദൈവത്തിനെ നിങ്ങളെ കുളിപ്പിച്ചിട്ട് വേണം. 7 സാഗരങ്ങൾ ഉണ്ടാക്കി മുമ്പല്ലേ, മുമ്പരെ കുളിപ്പിക്കാൻ നിങ്ങളാരാ? ക്ഷേത്രത്തിലെ മൂർത്തിനെ നിങ്ങൾ നിത്യേന കുളിപ്പിക്കണം. രാവിലെ വീട്ടിൽ അഭിഷേകം ചെയ്യണം. വർഷത്തിൽ നിങ്ങൾ പോയിട്ട് ആറാട്ട് നടത്തണം. സർവ്വചരാചരങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് നിങ്ങൾ ആഹാരം കൊടുത്തിട്ട് വേണോ? അന്നദാന പ്രഭുവല്ലേ, ലോകത്തിന് എല്ലാവർക്കും ആഹാരം കൊടുക്കുന്ന ഈശ്വരനല്ലേ. ആ ഈശ്വരന് കുഞ്ഞിപ്പിക്കാണത്തിൽ ഇത്തിരി അരിയും മലരും കൊടുത്തിട്ട് ഈശ്വരനെ വിശപ്പടക്കാൻ നിങ്ങളാരാ? പക്ഷേ ക്ഷേത്രത്തിലെ മൂർത്തിനെ നിങ്ങൾ ഊട്ടണം. ഊട്ടിയിട്ടില്ലെങ്കിൽ മൂർത്തിക്ക് വിശക്കും. കൃത്യമായിട്ട് 3 നേരം നേദ്യം കൊടുക്കണം. നേദ്യം കൊടുത്തില്ലെങ്കിൽ മൂർത്തിക്ക് വിശക്കുന്നു മാത്രമല്ല, മൂർത്തി കോപിക്കും. മൂർത്തി കോപിച്ചു കഴിഞ്ഞാൽ മൂർത്തി ശപിക്കുകയും ചെയ്യും. മൂർത്തിക്ക് അനുഗ്രഹം മാത്രമല്ല, മൂർത്തിക്ക് നിഗ്രഹമുണ്ട്. സർവ്വചരാചരങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് നമ്മൾ രാത്രി കിടത്തി ഉറക്കിയിട്ട് വേണം. പാട്ടൊക്കെ പാടിയിട്ടല്ലേ, ഹരിവരാസനം വിശ്വമോഹൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഓർമ്മിക്കല്? ഈശ്വരനെ കിടത്തി ഉറക്കാൻ മാത്രം ആരും ഓർമ്മിക്കില്ല. പക്ഷെ ക്ഷേത്രത്തിലെ മൂർത്തിനെ നിങ്ങൾ ഒരു കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്ന സകല ഉപചാരങ്ങളും ചെയ്തു കൊടുത്ത് നിങ്ങൾ പരിപാലിക്കണം. കാരണം ദൈവമല്ല, ദേവതയാണ്, മൂർത്തിയാണ്, ഡൈറ്റിയാണ്. നിങ്ങൾ നിർമ്മിച്ചതാണ് അതിനെ. നിങ്ങളുടെ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സമാജത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആവശ്യാർത്ഥം നിങ്ങൾ നിർമ്മിച്ചെടുത്തതാ. നിങ്ങൾ ജീവൻ കൊടുത്തതാ. നിങ്ങൾ പ്രതിജ്ഞ കൊടുത്താൽ ഞങ്ങൾ നോക്കിക്കോളാം. ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തുമ്പോഴുള്ള ചടങ്ങുകൾ നമുക്കറിയാം അല്ലേ? ഈ ക്ഷേത്രത്തിന്റെ രഹസ്യം എടുത്ത് വായിച്ചാൽ മതി. 21 ചടങ്ങുകളുണ്ട്. ആചാര്യ മരണം മുതൽ പ്രാണപ്രതിഷ്ഠ വരെ നീണ്ടു നിൽക്കുന്ന 21 ചടങ്ങ്. ആദ്യം ആരാണ് ആചാര്യനെ നിശ്ചയിക്കണം. ആരെ കൊണ്ടാണ് നമ്മൾ പ്രതിഷ്ഠ നടത്തിക്കാൻ പോകുന്നത് നിശ്ചയിക്കണം. ക്ഷേത്രത്തിന് യുക്തമായിട്ടുള്ള സ്ഥലം നിശ്ചയിക്കണം. മൂർത്തിയുടെ സ്വഭാവം നിശ്ചയിക്കണം. ഓരോ ദേശത്തിൻ്റെയും സ്വഭാവം അനുസരിച്ച് ഏത് ദേവതയാണ് അവിടെ വേണ്ടത്, ദേശനാഥനായിട്ട് വേണ്ടത് ആരാ. വിഗ്രഹത്തിന്റെ ഭാവം നിശ്ചയിക്കണം. വാരുശില്പം വേണോ, ശിലയിൽ വേണോ, ലോഹത്തിൽ വേണോ, പീഠം മതിയോ, ബിംബാണോ, സ്വഭാവം നിശ്ചയിക്കണം. ആചരണ വിധി നിശ്ചയിക്കണം. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ചടങ്ങുകൾ. ഇതെല്ലാത്തിനു ശേഷം
ഒരു മന്ത്രസിദ്ധനായിട്ടുള്ള ആചാര്യൻ ആ സങ്കല്പ ഭാവത്തെ, ഈ പറയുന്ന ഈശ്വര സങ്കല്പത്തെ ആവാഹിച്ചെടുത്ത് തന്റെ തപശക്തി കൊണ്ട് അതിനൊരു സ്വഭാവവും രൂപവും സവിശേഷതയും കൊടുത്ത് അതിനെ ആ വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അതിന് ജീവൻ കൊടുക്കുമ്പോൾ അത് മൂർത്തിയാവുന്നു. എന്നിട്ട് ആ മൂർത്തിക്കുള്ള ആദ്യത്തെ ആദേശം കൊടുക്കുന്ന ആചാര്യനാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ആചാര്യൻ വിളിക്കുന്നത്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ചിട്ട പഠിപ്പിക്കുന്ന ആളാണ് ആചാര്യൻ. ആ മൂർത്തിയെ അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ മൂർത്തിക്കുള്ള ആദ്യത്തെ അനുജ്ഞ, നിർദ്ദേശം, കൽപ്പാന്ത കാലത്തോളം ഇവിടെ വസിച്ച് ഈ നാടിനും ഇവിടുത്തെ ജനങ്ങൾക്കും രക്ഷ ചെയ്യുക എന്നുള്ള ആദ്യത്തെ നിർദ്ദേശം. ഇതാണ് മൂർത്തിക്ക് കിട്ടുന്ന ആദ്യത്തെ അനുജ്ഞ. ഇതാണ് മൂർത്തിയുടെ ദൗത്യം. അത് കഴിഞ്ഞാൽ നിയമം നിശ്ചയിക്കൽ എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. ഏതെങ്കിലും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവും. ഈ പ്രതിഷ്ഠ കഴിഞ്ഞാൽ ആദ്യത്തെ ചടങ്ങ് നിയമം നിശ്ചയിക്കുന്നതാണ്. അതായത് ആ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഊരാളിന്റെ നേതൃത്വത്തിൽ തന്ത്രി അല്ലെങ്കിൽ ആചാര്യൻ മധ്യസ്ഥനായിട്ട് ഈ മൂർത്തിയുമായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെടും. മൂർത്തി ഇവിടെ കൽപ്പാന്ത കാലത്തോളം നിലനിന്നിട്ട് ഞങ്ങളെ രക്ഷിക്കാമെന്നും ഞങ്ങളുടെ ദേശത്തിന് രക്ഷ ചെയ്യാനും സമ്മതിച്ചല്ലോ, പകരമായിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു തരേണ്ടത്. ആ സമയത്താണ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ നിയമങ്ങളും നിശ്ചയിക്കുന്നത്. എത്ര നേരാണ് നേദ്യം, എപ്പോഴാണ് നടവറക്കുക, എന്തൊക്കെയാണ് വിശേഷപ്പെട്ട പൂജകൾ, എപ്പോഴാണ് ഉത്സവം, വാർഷികമായിട്ട് പ്രധാനപ്പെട്ട വേറെന്തൊക്കെ ചെയ്യും, നവകം ഉണ്ടോ, പഞ്ചഗവ്യം ഉണ്ടോ, ശുദ്ധി ഉണ്ടോ, ഉത്സവത്തിന് വെടിക്കെട്ടുണ്ടോ, ആനയുണ്ടോ, എല്ലാ കാര്യവും അപ്പൊ പറയണം. അപ്പൊ പറയാത്ത വേണമെങ്കിൽ പിന്നെ ചേർക്കാം. അപ്പൊ പറഞ്ഞത് ഒറ്റ സാധനം പിന്നെ കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മൂർത്തിയോട് ഏർപ്പെട്ടിട്ടുള്ള ഉടമ്പടി എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്തു കൊടുക്കണം. അത് നിങ്ങൾ ചെയ്യുന്നിടത്തോളം കാലം മാത്രമേ ആ കർമ്മം നിർവഹിക്കേണ്ട ദൗത്യം മൂർത്തിക്കുള്ളൂ. നിങ്ങൾ മൂർത്തിയുമായിട്ട് ഉടമ്പടി ലംഘിച്ചു കഴിഞ്ഞാൽ, മൂർത്തിയെ അവിടെ വലിയ കാര്യമായിട്ട് ആചാര്യനേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച സമയത്ത് പറഞ്ഞ വാക്കൊന്നും നിങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ, നിങ്ങളോട് പറഞ്ഞ വാക്കൊന്നും പാലിക്കേണ്ട ആവശ്യം മൂർത്തിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ മൂർത്തിക്ക് അനുഗ്രഹശേഷി മാത്രമല്ല നിഗ്രഹശേഷിയുണ്ട്. അപ്പോ എന്താ, ദൈവത്തിന് അങ്ങനെയൊക്കെ ഉണ്ടോ? ദൈവത്തിന് കോപമുണ്ടോ? ദൈവം മനുഷ്യരെയൊക്കെ ഒരുപോലെയല്ലേ കാണിച്ച ദൈവം അല്ലല്ലോ. അങ്ങനെ ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഇരുത്തേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ പറയാനും ചില കാര്യങ്ങൾ നേടാനും വേണ്ടിയിട്ടാണല്ലോ സംവാദഭാവത്തിന് സമ്പർക്ക സാധ്യതയുള്ള ഒരു മൂർത്തിയാക്കി നിങ്ങൾ അതിനെ മാറ്റിയത്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അല്ലെ, സൂര്യപ്രകാശം എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന, പക്ഷെ നിങ്ങൾ എന്താണ് പറയുക, നിങ്ങൾ മറ്റേ ലെൻസ് വെച്ചിട്ട് പ്രത്യേകമായിട്ട് പേപ്പറിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് കത്തും. സൂര്യപ്രകാശത്തിന് പേപ്പറിനോട് പ്രത്യേക വിരോധമുണ്ടല്ല, ശാസ്ത്രം അങ്ങനെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഊർജ്ജത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഓരോ മൂർത്തിയുടെയും സ്വഭാവം വ്യത്യസ്തമാവുന്നത്. എന്താണോ പ്രതിഷ്ഠാവേളയിലുള്ള ആചാര്യന്റെ സങ്കല്പം, അതാണ് മൂർത്തിയുടെ സ്വഭാവം. അതുകൊണ്ടാണ് ശബരിമലയിലെ മൂർത്തി നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടിരിക്കുന്നത്. കാരണം അവിടുത്തെ മൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയായി, യുവതീകരക്തനായിട്ടുള്ള, വൈരാഗിയായിട്ടുള്ള, യോഗപട്ടാപണ്ഡിതനായിട്ടുള്ള, ചിന്മുദ്ര ധരിച്ചിട്ടുള്ള, സ്പർശന ദർശനാദി അഷ്ടമൈധുരങ്ങളും വർദ്ധിച്ചിട്ടുള്ള ഒരു താപസനായിട്ടാണ്, ഒരു സന്യാസിയായിട്ടാണ്. അങ്ങനെയുള്ള സങ്കല്പത്തിൽ അതേ പറ്റുള്ളൂ. ചമരുടെ തയ്യപ്പൻ്റെ അടുത്ത് പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഇവിടെ ഭാര്യയും മക്കളുള്ള അയ്യപ്പനാ. ചമരുടെ തയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടോ? ഇവിടെ പ്രഭാ എന്ന് പറയുന്ന ഭാര്യയും സത്യകൻ എന്ന് പറയുന്ന മകനുണ്ട്. ശാസ്താവിന്റെ ഭാവത്തിലാണ്. അങ്ങനെയുള്ള എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ ഓരോ ക്ഷേത്രത്തിലെയും മൂർത്തിയുടെ സ്വഭാവം പ്രതിഷ്ഠയുടെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ ക്ഷേത്രത്തിലും ശ്രീവല്ലഭൻ മഹാവിഷ്ണുവാണ്, ശ്രീപത്മനാഭനും വിഷ്ണുവാണ്. രണ്ട് സ്ഥലത്ത് ഒരേ പൂജയാണോ, ഒരേ നീതിയാണോ, ഒരേ സ്വഭാവമാണോ, ഒരേ ആചരണമാണോ? കളിപ്പുറത്ത് രാജരാജേശ്വരൻ ശിവനാണ്. രാജരാജേശ്വരൻ എന്ന പേര് രാജാക്കന്മാരുടെ രാജാവായിട്ടുള്ള ശിവൻ എന്നാണ് ആ സങ്കല്പത്തിൽ എന്ന് പറയാം. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ശിവക്ഷേത്രങ്ങളിലുള്ള ശിവൻ എന്ന് പറഞ്ഞാൽ ശ്മശാന വൈരാഗിയായിട്ടുള്ള ഭസ്മം ധരിച്ചിട്ടുള്ള അല്ലെ, ബ്രഹ്മകപാല ഭിക്ഷു എന്നാണ് പറയാ. ബ്രഹ്മാവിന്റെ ഒരു കലഹം വന്നപ്പോഴേ ബ്രഹ്മാവിന്റെ 4 തലയത്തെ ഒരു തലയുടെ പറിച്ചെടുത്തിട്ട് ആ തലയോട്ടിയില് ഭിക്ഷ യാചിച്ച് നടന്നിട്ട് ആ തലയോട്ടിയിൽ മദ്യം സേവിച്ചിരുന്നു. ബ്രഹ്മകപാല ഭിക്ഷു. അങ്ങനെയാണ് നമ്മൾ സാധാരണ കാണുന്ന ശിവൻ വളർത്തുന്നതിന്റെ അമ്പലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ശ്മശാന വൈരാഗിയായിട്ടുള്ള അഘോരനായിട്ടുള്ള ശിവനെ നമുക്ക് കാണാൻ സാധിക്കും. നേരെ തിരിച്ച് കളിപ്പുറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നല്ല സ്ഥിതി. ഇവിടെ രാജരാജേശ്വരന്റെ രാജാക്കന്മാരുടെ രാജാവായിട്ടുള്ള ശിവന ചക്രവർത്തിയാണ്. ഇവിടെ രാജാവിന് വേണ്ട മട്ടിലാണ് എല്ലാ വിധത്തിലുള്ള ഉപചാരങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. സാധാരണ ശിവക്ഷേത്രത്തിൽ നിന്ന് ധാരയല്ലേ കഴിക്കുക. അവിടെ എന്താ വഴിപാട് അറിയോ? സ്വർണ്ണക്കുടത്തിൽ നെയ്യ്. രാജാവിന് വേണമെന്നും അങ്ങനെയൊക്കെ ചെയ്യണ്ട, ധാരയൊന്നും പോരാ. സ്വർണ്ണക്കുടത്തിൽ നെയ്യ്. അത് നമ്മളിങ്ങനെ സ്വർണ്ണക്കുടത്തിൽ നെയ്യൊക്കെ നിറച്ച് തൃപ്പടിയൊക്കെ കയറി ചെന്നിട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് കൊണ്ടു വെക്കണം. വെറുതെ ഒരാൾക്ക് നമുക്ക് കയറി ചെയ്യാൻ പറ്റില്ല. ഒന്നുമില്ല, നിങ്ങൾ പോകണമെങ്കിൽ അവർ നിങ്ങളുടെ എന്തെങ്കിലും
വെച്ച് തരും. നെയ്യമൃഗമോ ചിറ്റാമൃഗമോ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ എത്ര ആൾക്കാരുണ്ട് അത്രയും ആൾക്കാർക്ക് നിങ്ങൾ രക്ഷ കൊടുക്കണം. പൈസ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, അവർ തരും. ഓരോരുത്തർക്ക് അവകാശപ്രകാരം 1 അണ 2 അണ 50 പൈസ 1 രൂപ ഒക്കെ കൊടുക്കാണ്ട് നിങ്ങൾക്ക് തന്നിട്ട് പറയാം അയാൾക്ക് കൊടുക്കും, ഇയാൾക്ക് കൊടുക്കും, അപ്പുറത്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കൊടുപ്പിക്കും. കാരണം രാജാവിന്റെ ചീത്ത അങ്ങനെ. പണ്ട് ഞാൻ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോയി. അപ്പൊ എന്റെ കൂടെ ഒരാളും കൂടെ വരുന്നുണ്ട്. അപ്പൊ മുമ്പിൽ ഭയങ്കര അഹങ്കാരത്തിൽ നെഞ്ചൊക്കെ വിരിച്ച് കയറി വരുമ്പോൾ ഞാൻ ഇത്രയൊന്നും ധാർഷ്ട്യം കണ്ട് അകത്തിരിക്കുന്ന ആൾ ചെറിയ ആളല്ല, കുറച്ചുകൂടി ഇണയായിക്കോട്ടെ, രാജാവാണ് അകത്തിരിക്കുന്നത്. അപ്പൊ അവിടെ കഴകുന്ന ഒരാളുണ്ട്. ഇവിടുന്ന് കേട്ടിട്ട് എന്നോട് ഭയങ്കരമായിട്ട് ക്ഷോഭിച്ചു. രാജാവോ അവരെ പറ്റിയ പറയണമെന്നറിയോ, ആളറിഞ്ഞ് സംസാരിക്കുന്നു. ഞാൻ വിളിച്ച് പറഞ്ഞു തെറ്റിയോ, ചക്രവർത്തിയാണ് ചക്രവർത്തി. അപ്പൊ ഗ്രേഡ് കുറഞ്ഞു പോയി, രാജാവ് എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോയി, ചക്രവർത്തി എന്ന് വിളിക്കണം. രാജാക്കന്മാരുടെ രാജാവാണ്. അപ്പോ അവിടുത്തെ ആചരണമൊക്കെ എങ്ങനെയാണ്? അവിടെ ഭസ്മമൊന്നുമില്ല, അവിടെ സുഗന്ധമുള്ള ചന്ദനമോ കളഭോ. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ പൂവളമല്ലേ, ബില്ലുപത്രമല്ലേ, അവിടെ അതൊന്നുമില്ല. അവിടെ സുഗന്ധമുള്ള പുഷ്പങ്ങളാണ്. അവിടുത്തെ ആചരണ സംവിധാനം വേറെ. എന്താ 2 ശിവനല്ലേ, തളിപ്പറമ്പുള്ളത് ശിവനല്ലേ, വടക്കുന്നാഥുള്ളത് ശിവനല്ലേ, അതുകൊണ്ട് ഇവിടെ കുറച്ച് ധാര്യവും അവിടെ കുറച്ച് സ്വർണ്ണക്കുടത്തിൽ നെയ്യും ആയിക്കൂടെ വെച്ചാൽ രണ്ടാണ്. നിങ്ങൾ ശിവൻ എന്ന് പറയുന്ന ഈശ്വര സങ്കല്പത്തെയല്ല, ആചാര്യം പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള ചൈതന്യത്തിന്റെ പ്രത്യേക ഭാവത്തെയാണ് ഓരോ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തിരുവാർച്ച എന്ന് പറയുന്ന ഭാവത്തിന് പ്രാധാന്യമുണ്ട്. കാരണം ആ വിഗ്രഹത്തിനുള്ളിൽ കുടിയിരിക്കുന്ന വിഷ്ണുവിന്റെ ഭാവം എന്ത്? ഇവിടെ ഇരിക്കുന്ന വിഷ്ണു ശ്രീവല്ലഭനായിട്ടുള്ള വിഷ്ണു. ശ്രീവല്ലഭനായിട്ടുള്ള വിഷ്ണു എന്ന് പറഞ്ഞാലാ, ശ്രീവല്ലഭനായിട്ടുള്ള വിഷ്ണു എന്ന് പറഞ്ഞാല് സമുദ്രവധനം നടത്തിയപ്പോ വന്നിട്ടുള്ള ലക്ഷ്മിയെ സ്വീകരിക്കുന്ന വിഷ്ണു. ആ ലക്ഷ്മിക്ക് അർഹനായവൻ ആര് എന്ന് അന്വേഷിക്കുമ്പോൾ കാണുന്നത് വിഷ്ണുവിനെ അല്ലാണ്ട് വേറെ ആരുമില്ല. ആ വിഷ്ണുവിനെ സ്വീകരിക്കുന്ന അവിടെ നിന്നാണ് ഈ വിഷ്ണുവിന്റെ തന്ത്രമെന്ന്. കാരണം ഈ വൈഷ്ണവ തന്ത്രം ഉത്പാദിപ്പിക്കുന്ന ബ്രഹ്മാവാണത്. ഈ ശ്രീവൈഷ്ണവരുടെ സിദ്ധാന്ത പ്രകാരം വിഷ്ണുവിന്റെ നാഭീകമലത്തിൽ നിന്നാണല്ലോ ബ്രഹ്മാവ് ഉണ്ടായത്. ഈ സൃഷ്ടിയൊക്കെ നടത്തുന്ന ബ്രഹ്മാവാണ്, എല്ലാ സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവാണ്. ചതുർമുഖൻ അല്ലെ, നമ്മുടെ പാട്ടിൽ അങ്ങനെയല്ലേ പറയുന്നത്? ആദിമ ചൈതന്യ നാഭിയിൽ വിടരും 1000 ഇതളുള്ള താമരയിൽ രചനാ ചതുരൻ ചതുർമുഖൻ ഉയർന്നു. ചതുർമുഖൻ എന്ന് പറഞ്ഞാൽ ശിവൻ പറിച്ചു വന്നിട്ടുള്ള തലയും കൂടി ചേർന്നിട്ടാണ്. അതാണ് നമ്മൾ 3 കാണുന്നത്. അപ്പൊ ആ ചതുർമുഖനായിട്ടുള്ള ആളാണ് സകല സൃഷ്ടിയും ചെയ്യുന്നത്. ആ സൃഷ്ടി ചെയ്യുന്ന ആളെ എവിടെന്നാ സൃഷ്ടിക്കപ്പെട്ടത്? വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നുണ്ടായിട്ടൊരു കമലത്തിലുണ്ട്. അപ്പൊ മുമ്പില് എന്റെ സൃഷ്ടാവായിട്ടുള്ള വിഷ്ണുവിന്റെ ആരാധന കൊണ്ട് എനിക്ക് നിവർത്തിയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കി. അതുകൊണ്ടാണ് മധുകൈഡഭന്മാര് യുദ്ധത്തിന് വന്നപ്പോ മുമ്പിൽ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചത്. വിഷ്ണുവിന്റെ കർണവലത്തിൽ നിന്ന് വന്നിട്ട് 2 രാക്ഷസന്മാരുണ്ടല്ലോ, മധുകൈഡഭന്മാര്. ഒരു ആക്രമിക്കാൻ ചെന്നപ്പോ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നു, വിഷ്ണുവിന് വേണ്ടി യുദ്ധം ചെയ്തു. അപ്പൊ ബ്രഹ്മാവാണ് ആദ്യം വിഷ്ണുവിന്റെ ആരാധനയ്ക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുന്നു, വിഷ്ണു ഒരു ആരാധനയ്ക്ക് ഒരു സമ്പ്രദായം. ഈ സമ്പ്രദായം ബ്രഹ്മാവിൽ നിന്ന് ആർക്ക് കിട്ടി? ദുർവാസാവിന് കിട്ടി. ദുർവാസാവാണ് പിന്നീട് ഈ സമ്പ്രദായം പഠിച്ചാൽ. ദുർവാസാവ് ഏറെ കാലം ഇവിടെ വന്ന് തപസ്സിൽ നിന്നിട്ടുണ്ടോ? നിങ്ങളുടെ ഈ ക്ഷേത്രത്തിൽ തന്നെ കതിനയുടെ രൂപത്തിൽ ദുർവാസാവിന് വേദവ്യാസിനെ വെച്ചിട്ടുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് ദുർവാസാവാണെന്നൊരു പ്രബല പക്ഷമുണ്ട്. അത് എന്താണ് ഐതിഹ്യമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഈ പറയുന്ന നദിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ നോക്കിയ സമയത്ത് അത് പീഠത്തിൽ ഉറച്ചില്ല എന്നും ഇവരെല്ലാവരും പുറത്തിറങ്ങിയ സമയത്ത് വേറെ ആരൊക്കെ 2 പേര് പ്രതിഷ്ഠ നടത്തിയിട്ട് നമ്മുടെ ജലാശയം ഉണ്ടല്ലോ, ഖണ്ഡാകർമ്മ തീർത്ഥം, അതിൻ്റെ ഉള്ളിലേക്ക് അന്തർധാനം ചെയ്തു. അത് സാക്ഷാൽ ദുർവാസാവും വ്യാസനുമാണെന്നൊരു വിശ്വാസം. അതുകൊണ്ട് സത്യമെന്ന് എനിക്കറിയില്ല, കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ രാത്രിത്തെ അവസാനത്തെ പൂജ കഴിഞ്ഞ് പോകുമ്പോൾ ദുർവാസാവിന് പൂജയ്ക്ക് വേണ്ട പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് അത്ര മേൽശാന്തി പോവുക. കാരണം രാത്രി ദുർവാസാവ് വന്നിട്ട് വേറൊരു പൂജ ഇവിടെ ഉണ്ട് എന്ന് പ്രബലമായിട്ടൊരു വിശ്വാസം. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ബദ്രീനാഥിന് സമാനമായിട്ട് വിശ്വാസമുണ്ട്. രാത്രി ദേവപൂജയുണ്ട്. ഇവിടുത്തെ ബദ്രീനാഥിലെ രാവിലെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊന്നും സാധാരണ കാണാത്ത മട്ടിലുള്ള കുറേ പൂക്കളൊക്കെ രാവിലെ വന്ന് നട തുറക്കുമ്പോൾ കാണാം. ചിലപ്പോൾ രാത്രി പൂജയ്ക്ക് വന്നവർ ഇട്ടിട്ട് പോയതായിരിക്കും. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. മൂകാംബികയിൽ അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. രാത്രി ബ്രഹ്മപൂജയാണ്. രാത്രി പോകുമ്പോൾ പൂജാപാത്രങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട്. അപ്പോൾ സമാനമായിട്ടൊരു സമ്പ്രദായം ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതിനെപ്പറ്റി കൂടുതൽ പറയാൻ നിങ്ങൾക്കായിരിക്കും സാധിക്കും. ഏതായാലും ഇതിൻ്റെ ഒരു ഐതിഹ്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. എൻ്റെ സമയം എത്രത്തോളമായി എനിക്കറിയില്ല. ഞാനിവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റോപ്പ് ഇല്ലാണ്ട് അങ്ങനെ പോകുന്നൊരു ശീലമായതുകൊണ്ട് സമയം നോക്കുന്നൊരു സമ്പ്രദായമില്ല. പൊതുവെ ഞാൻ പറഞ്ഞു വരാൻ ശ്രമിച്ചത് എന്താ വെച്ചാൽ, ഇവിടെയുള്ള വിഷ്ണു എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള, വളരെ വ്യതിരിക്തമായിട്ടുള്ള, മറ്റെവിടെയും കാണാൻ സാധിക്കാത്ത സ്വഭാവത്തിലുള്ള വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിന്റെ തന്നെ കേന്ദ്രനായകനായിട്ടുള്ള ശ്രീമൻ നാരായണ സമ്പ്രദായം എന്നൊരു നാരായണ സമ്പ്രദായത്തെ തന്നെ ഇന്ത്യയിലെ ഭക്തി മൂവ്മെന്റിന്റെ തുടക്കം കുറിക്കുന്ന ആഴ്വാർമാരെ പോലും പ്രവചിപ്പിച്ചിട്ടുണ്ട്.
കഴിഞ്ഞിട്ടുള്ള ഇന്ത്യയിലുള്ള മുഴുവൻ ദിവ്യദേശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നിർണായകമായിട്ടൊരു ദിവ്യദേശമാണെന്ന് പറയാവുന്ന ഒരുപാട് നിലകളിൽ കൗതുകമുള്ള ക്ഷേത്രം. വേറെ ഒരു ക്ഷേത്രത്തിലും കേരള തന്ത്രപ്രകാരം ഒരു ക്ഷേത്രത്തിൽ ഒരേ ശ്രീകോവിലിനുള്ളിൽ 2 മൂർത്തികളില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമുഖമായിട്ട് 2 മൂർത്തികൾ. മഹാവിഷ്ണുവിനെയും സുദർശനമൂർത്തിയെയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രം വേറെയില്ല. അതിൽ തന്നെ സുദർശനമൂർത്തി കുറെ കൂടി പൗരാണിക സ്വഭാവമുള്ള മൂർത്തിയാണ്. 2998 BC-യിലാണ് സുദർശനമൂർത്തിയുടെ പ്രതിഷ്ഠ നടന്നത് എന്ന് തൊട്ട് പുറകിൽ കാണുന്ന ശങ്കരാമംഗലത്ത് മന അല്ലെ, നിങ്ങൾ അതിന് വേറൊന്നും പേരാണ് വിളിക്കാതെ ഞാൻ മനസ്സിലാക്കുന്നത്. ചക്ര അല്ല അങ്ങനെ അതെ അതെ അവിടെയുള്ള സാവിത്രി അന്തർജനം അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആളെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ്. 59 BC-യിലാണ് എന്താണ് നമ്മുടെ ഹിസ്റ്ററിക്കൽ ഡേറ്റിംഗ് നടത്തുമ്പോൾ അതിനും ഒരു 2900 വർഷങ്ങൾക്ക് ശേഷമാണ് 59 BCE-ലാണ് ഇവിടുത്തെ വല്ലഭന്റെ പ്രതിഷ്ഠ നടക്കുന്നത്. അപ്പൊ അത്രയും പൗരാണികമായിട്ടുള്ള ക്ഷേത്രമാണ്. 8.5 ഏക്കർ വിസ്തീർണമുള്ള ക്ഷേത്രമാണ്. 2.5 ഏക്കർ കുളമുള്ള ക്ഷേത്രമാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മതിൽക്കെട്ടിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഏരിയയുള്ള ക്ഷേത്രമാണ്. അതേപോലെ ഒരുപാട് ആർക്കിടെക്ചറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ചരിത്രപരമായിട്ടുള്ള ദൗത്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തിരുവല്ലശാല എന്ന് പറയുന്ന കേരളത്തിലെ വേദപഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം തിരുവല്ലയിലാണ്. എന്താ പറയുക, 10-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ തന്നെ വേദപഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായിരുന്ന തിരുവല്ലശാല. തിരുവല്ലശാലയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ദിവസം 350 നാഴിയുടെ അരിയോട് ചോറ് വെച്ചിരിക്കുന്നു. 350 നാഴിയോട് എത്ര ആൾക്കാർക്ക് ചോറ് വെക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ അല്ലെ? 2200 ആൾക്ക് വെക്കാൻ പറ്റും. അപ്പോൾ 2000-ഓളം വിദ്യാർത്ഥികളും 100 അധ്യാപകരും ഉണ്ടായിരുന്ന ഒരു വേദപാഠശാലയുടെ ഉണ്ടായിരുന്നു. മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഗദ്യകൃതി തിരുവല്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരുവല്ലച്ചെപ്പേടാണ്. 11-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള തിരുവല്ലച്ചെപ്പേട് എന്ന് പറയുന്നത് തിരുവല്ലയിലെ ശാസനങ്ങളാണ്. 1935-ലാണ് കണ്ടുപിടിക്കപ്പെട്ടത്. ഈ തിരുവല്ലച്ചെപ്പേടുകളിലാണ് കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിക്കുന്ന നിർണായകമായിട്ട് ഒരുപാട് വിവരങ്ങൾ വരുന്നത്. മലയാളത്തിൽ ആദ്യമായി നമ്മുടെ ആധുനിക മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗദ്യം ഈ തിരുവല്ലച്ചെപ്പേടാണ്. അതിനുശേഷം പിന്നീടുള്ള ഈ രാമൻ പാട്ട്, ഉണ്ണുനീലി സന്ദേശം പോലും ഇതൊക്കെ വരുന്നു. ഉണ്ണുനീലി സന്ദേശത്തിൽ തിരുവല്ലയെ പറ്റി, തിരുവല്ലഭ ക്ഷേത്രത്തെ പറ്റി വളരെ വിശദമായിട്ടുള്ള പ്രസ്താവനകളുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള ശ്രീവല്ലഭ മഹാത്മ്യം എന്ന് പറയുന്ന കൃതി ഈ തിരുവല്ലയിലെ ക്ഷേത്രത്തിന്റെ മൗലികമായിട്ടുള്ള പ്രാധാന്യങ്ങളെ പറ്റി പറയുന്നതാണെങ്കിൽ എത്ര വേണമെങ്കിലും ചരിത്രപരമായിട്ടുള്ള പ്രത്യേകതകളെ പറ്റി പറയാൻ സാധിക്കും. എന്നാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതിന്റെ ഒരു ആധ്യാത്മികമായിട്ടുള്ള പ്രാധാന്യത്തെ ഈ സമാജം എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് വേണ്ടത്ര സംശയമാണ്. കാരണം അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള വല്ലഭന്റെ ഭാവം വേറെ ഒരു ക്ഷേത്രത്തിലില്ല. 108 ദിവ്യദേശങ്ങൾ നിങ്ങൾ എടുത്തു നോക്കും. 108 ദിവ്യദേശങ്ങളിൽ എന്താണ് കിടക്കുന്ന വിഷ്ണു 8 എണ്ണവും, നിൽക്കുന്ന വിഷ്ണു 60 എണ്ണവും, ഇരിക്കുന്ന വിഷ്ണു 40 എണ്ണവും. എന്നാൽ ഒരു സ്ഥലത്തും ഈ പറയുന്ന കട്ടിഹസ്തനായിട്ടുള്ള ഈ ഭാവത്തിൽ ഇരിക്കുന്ന മഹാവിഷ്ണു ഇല്ല. ഈ വല്ലഭൻ എന്ന് പറയുന്ന ഭാവം. ഇവിടുത്തെ പൂജയുടെ സംവിധാനം പോലും തന്ത്രസമുച്ചയപ്രകാരമല്ല. കേരളത്തിൽ സാധാരണ പിന്തുടരുന്ന താന്ത്രിക പദ്ധതി തന്ത്രസമുച്ചയാണ്. ഇവിടെ ആയിക്കോട്ടെ പഞ്ചരാത്ര വിധാനം എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള താന്ത്രിക സംവിധാനമാണ്. പഞ്ചരാത്ര വിധാനമാവട്ടെ പഞ്ചരാത്ര ആഗമത്തിൽ നിന്ന് പോലും വ്യത്യസ്തമായിട്ടുള്ള വിധാനമാണ്. യഥാർത്ഥത്തിൽ വൈദികമായിട്ടുള്ള സമ്പ്രദായങ്ങളെ ചുരുക്കമാക്കി ദുർവാസ സംഹിതയെ അരച്ച് കലക്കി എടുത്തിട്ടുള്ള ഒരു സാധനമാണ്. സാക്ഷാൽ ദുർവാസാവ് തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ദുർവാസ സംഹിത എന്ന് പറയുന്ന ഒരു പൂജാ പദ്ധതിയുടെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള രൂപമാണ് പഞ്ചരാത്ര വിധാനം. അതിന്റെ ന്യായവലി എന്ന് പറയുന്ന പദ്ധതിയാണ് ഇവിടുത്തെ പൂജയ്ക്ക് ആശ്രയിക്കുന്നത്. 5 നേരം 5 ഭാവത്തിലാണ് ഇവിടെ പൂജ നടക്കുന്നത്. 5 ഭാവങ്ങളിലാണ്. അത് ബാലകനായിട്ട്, ബ്രഹ്മചാരിയായിട്ട്, ഗൃഹസ്ഥനായിട്ട്, സന്യാസിയായിട്ട്, പരംപുരുഷനായിട്ട്, സാക്ഷാൽ ശ്രീമന്നാരായണനായിട്ട്. രാവിലത്തെ ആദ്യത്തെ പൂജ ബാലകനായിട്ടാണ്. ആ സമയത്താണ് നമ്മൾ വെളുത്ത വസ്ത്രം ധരിപ്പിച്ചിട്ട് ഉഷപൂജ നടക്കുന്ന സമയത്ത് 18 അടി നീളത്തിലുള്ള വെളുത്ത മുണ്ടാണല്ലോ ധരിപ്പിക്കുക. ഇവിടുത്തെ വിഷ്ണുവിന്റെ പൂജയ്ക്ക് വേറെ ചില പ്രത്യേകതയുണ്ട്. സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പാലിക്കുന്ന ചിട്ടകളൊന്നും അല്ല ഇവിടെ പാലിക്കുന്നത്. ഇവിടെ മഞ്ഞ വസ്ത്രം ധരിപ്പിക്കാറില്ല. കാരണം ക്ലീശകളെല്ലാം എതിരിടുന്ന അമ്പലമാണ്. പീതാംബരനാണ് നമ്മളെ പൊതുവെ പറയാം. എന്നാൽ ആ വിഷയം ഇവിടെ മുമ്പിൽ പിന്തുടരില്ല. ഇവിടെ കാവി വസ്ത്രമോ അല്ലെങ്കിൽ വെള്ള വസ്ത്രമോ ആണ് ധരിക്കുക. ഇവിടെ മുഴുവനായിട്ട് മുമ്പിൽ കാണാൻ പോലും പറ്റില്ല. ഒന്ന് രീതിയിൽ കുഞ്ഞു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മേൽഭാഗം കാണാൻ പറ്റും. നിങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് താഴ്ഭാഗം കാണാൻ പറ്റും. മുഴുവനായിട്ട് മുമ്പിൽ കാണാൻ തന്നെ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് പരംപുരുഷനായിട്ടുള്ള വിരാട് രൂപമായിട്ട് തന്നെയാണ് അതിനെ സങ്കല്പിച്ചിട്ടുള്ളത്. 7 അടി നീളത്തിലുള്ള വിഗ്രഹം. ഇത്രയും നീളത്തിലുള്ള ഇത്രയും എന്താണ് കൃത്യമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു വിഗ്രഹ സങ്കല്പം പോലും മറ്റെവിടെയെങ്കിലും ഉണ്ടോ?
ഉള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മറ്റുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിലെല്ലാം പീഠപൂജ എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ പീഠപൂജയില്ല. കാരണം പീഠം എന്നുള്ള സങ്കല്പത്തിലല്ല ഇവിടുത്തെ വിഷ്ണു നിൽക്കുന്നത്. ഇവിടുത്തെ വിഷ്ണു ഈ ദേശം മുഴുവൻ വ്യാപിച്ച് നിൽക്കുകയാണ്. അതിന്റെ ഒരു കേന്ദ്ര സ്ഥാനത്ത് നമ്മളൊരു ശ്രീകോവിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ. ശ്രീവല്ലഭൻ ആ ശ്രീകോവിലിനുള്ളിൽ മാത്രമാണ് നിൽക്കുന്നത് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ നിൽക്കുന്നിടത്തെല്ലാം വ്യാപിച്ച് വിരിഞ്ഞ് നിൽക്കുകയാണ് ആ ചൈതന്യം എന്നാണ് പറയുന്നത്. അഞ്ച് പേര് 5 ഭാവങ്ങളിലാണ് പോകുന്നത്. ആദ്യത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലകനായിട്ടാണ് പൂജിക്കുന്നത്. അതിനുശേഷം പന്തീരടി പൂജ. പന്തീരടി പൂജയുടെ സമയത്ത് കാവി വസ്ത്രമാണ് ധരിപ്പിക്കുന്നത്. ബ്രഹ്മചാരി എന്ന് പറയുന്ന ഭാവത്തിലാണ് ആ സമയത്ത് പൂജ ചെയ്യുന്നത്. പിന്നീട് ശ്രീഭൂതബലിക്ക് ശേഷം 3ാമത്തെ പൂജ ചെയ്യുന്നത് എന്താണ്? ശ്രീമൻ നാരായണ പൂജ, ത്രിലോക പുരുഷ പൂജ എന്നൊക്കെ പറയാം. അപ്പോ ഗൃഹസ്ഥനായിട്ട് ത്രിലോക ചക്രവർത്തി അല്ലെ, ലോകം മുഴുവൻ ഭരിക്കുന്ന ചക്രവർത്തിയായിട്ടുള്ള ഭാവത്തിലുള്ള ഗൃഹസ്ഥനായിട്ടുള്ള വിഷ്ണുവിനെയാണ് ഉച്ചയ്ക്ക് പൂജ ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ ഉച്ചപൂജ സമയത്ത് വന്നിട്ട് എന്ത് ചോദിച്ചാലും കിട്ടും പറയുന്നത്. രാജാവ് തൃപ്തനായിട്ടിരിക്കുന്ന രാജസദസ് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് കൊടുക്കുന്ന സമയം. അതുകൊണ്ടാണ് ഇവിടുത്തെ ഉഷപൂജയ്ക്ക് പ്രാധാന്യം. വൈകുന്നേരത്തെ 4ാമത്തെ പൂജയുടെ സമയത്ത് ഉപരി സന്യാസിയായിട്ടിരിക്കുന്ന സമയം. അതുകൊണ്ടാണ് ആ സമയത്ത് വീണ്ടും കാവ്യ വസ്ത്രം ധരിപ്പിക്കുന്ന സമയം ഉണ്ടാകും. ഏറ്റവും അവസാനത്തെ പൂജ എന്ന് പറയുന്നത് വിരാട് പുരുഷനായിട്ടുള്ള സാക്ഷാൽ ശ്രീമന്നാരായണനായിട്ടുള്ള പൂജ. അവസാനം രാത്രി കിടത്തി ഉറക്കുന്ന സമയത്ത് ലക്ഷ്മി നാരായണനായിട്ടാണ് കിടത്തി ഉറക്കുന്നത്. അവസാനം ഉറക്കുന്ന സമയത്ത് ലക്ഷ്മി നാരായണൻ കിടക്കുന്ന സമയത്ത് അങ്ങനെ വളരെ വിശദമായിട്ടുള്ള ഒരു പൂജാ പദ്ധതി ഞാൻ എവിടെയും കാണാത്തത്രമേൽ വ്യതിരിക്തമായിട്ടുള്ള ഒരു സ്വന്തമായ തന്ത്രം തന്നെയുള്ള ഒരു ആരാധനാ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ദിവ്യദേശങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിവ്യദേശങ്ങൾ ഓരോന്നും നമ്മൾ കണ്ടിരിക്കേണ്ട ദിവ്യദേശങ്ങളാണ്. കേരളത്തിൽ ഈ പറഞ്ഞ പോലെ 11 ദിവ്യദേശങ്ങളുണ്ട്. പിന്നീടുള്ള ദിവ്യദേശങ്ങൾ പലതും വടക്കേ ഇന്ത്യയിലൊക്കെയാണ്. അയോധ്യ ഒരു ദിവ്യദേശമാണ്. അയോധ്യ എന്നാണ് പറയാ. ഉത്തരാഖണ്ഡിലുണ്ട് ദിവ്യദേശങ്ങൾ, നേപ്പാളുണ്ട് ദിവ്യദേശങ്ങൾ. പക്ഷെ നമുക്ക് അനുഗ്രഹിച്ച് കിട്ടിയിട്ടുള്ള 11 ദിവ്യദേശങ്ങളിൽ തന്നെ ഏറ്റവും വലുതും ഏറ്റവും പുരാതനവും ഏറ്റവും ചരിത്രപരവും ഏറ്റവും സാമ്പ്രദായികവുമായിട്ടുള്ള, അതായത് 59 BC ചിട്ടപ്പെടുത്തിയിട്ടുള്ള പൂജാ സംവിധാനങ്ങൾ ഇപ്പോഴും അണുവിട തെറ്റിക്കാണ്ട് അതേപോലെ അനുവർത്തിച്ച് പോരുന്ന മറ്റൊരു ക്ഷേത്രമില്ല നമുക്ക് നിസ്സംശയം പറയാനാണ്. നമ്മുടെ വലിയ കവിയായിരുന്നു വിഷ്ണുനാരായണ നമ്പൂരി ഇവിടുത്തെ മേൽശാന്തി ആയിരുന്നു. വിഷ്ണുനാരായണ നമ്പൂരി ഇവിടുത്തെ മേൽശാന്തി സ്ഥാനത്ത് പുറത്താക്കിയത് എന്തിനാ അറിയാം? മൂപ്പർക്ക് മറ്റേ എന്തോ അവാർഡ് മേടിക്കാൻ വേണ്ടി ലണ്ടനിലേക്ക് പോകേണ്ടി വന്നു. ലണ്ടനിലേക്ക് മൂപ്പര് പോയി. അപ്പോൾ ഇവിടുത്തെ പൂജാരി കടലിൽ കിടക്കാൻ പാടില്ല എന്ന സങ്കല്പം. അതുകൊണ്ട് വിഷ്ണുനാരായണ നമ്പൂരിനെ ഇവിടുത്തെ മേൽശാന്തി സ്ഥാനത്ത് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ ആചാര കാര്യങ്ങളിൽ കടുവിട ചലിക്കാതെ അതേ മട്ടിൽ അനുവർത്തിച്ചു വരുന്ന ഒരു ക്ഷേത്ര പദ്ധതിയാണിത്. ഈ ശ്രീമന്നാരായണ സമ്പ്രദായത്തെ പറ്റി വളരെ വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്. എൻ്റെ സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ അത് മുഴുവൻ വിശദീകരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം, ഈ നാരായണ സമ്പ്രദായത്തിന്റെ മൗലികമായിട്ടുള്ള ദർശനം വിഗ്രഹഭാവത്തിൽ ഇരിക്കുന്ന വിഷ്ണുവിനെ ആരാധന എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ എന്താണ് ശ്രീനാരായണ വിഭാഗം, ഈ പറയുന്ന ശ്രീ വൈഷ്ണവ വിഭാഗം വീടുകളിൽ പൂജ നടത്തുമ്പോൾ പോലും ഏതെങ്കിലും ദിവ്യദേശത്തിലെ വിഗ്രഹത്തെ പൂജിക്കുക. ഒരു വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലും ഒന്നില്ലെങ്കിൽ തിരുപ്പതി വെങ്കടാചലപതി ആയിരിക്കും. തിരുപ്പതി വെങ്കടാചലപതി ഈ വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ പെടുന്ന ആളാണ്. അതല്ലെങ്കിൽ ശ്രീരംഗത്തെ രംഗനാഥസ്വാമി ആയിരിക്കും. രംഗനാഥസ്വാമി ഈ വൈഷ്ണവ ദിവ്യദേശത്തിൽ പെടുന്ന ആളാണ്. അതല്ലെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ കരുതുന്ന പല ക്ഷേത്രങ്ങളും ദിവ്യദേശം അല്ല കേട്ടോ. ഗുരുവായൂർ ദിവ്യദേശത്തിൽ പെടുന്നില്ല, ഉടുപ്പി ദിവ്യദേശത്തിൽ പെടുന്നില്ല, പുരി ദിവ്യദേശത്തിൽ പെടുന്നില്ല. പക്ഷെ നമ്മൾ തീരെ പ്രാധാന്യം കരുതാത്ത പല സ്ഥലങ്ങളും ദിവ്യദേശത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഉത്കണ്ഠ പെരുമാൾ ഒക്കെ ദിവ്യദേശത്തിൽ പെടുന്നതാണ്. നമ്മുടെ തിരുവാറന്മുള അപ്പൻ ദിവ്യദേശത്തിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ പാലക്കാട്, എറണാകുളം ജില്ലയിലൊക്കെ തൃക്കൊടിത്താനങ്ങളിൽ ധാരാളം ദിവ്യദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വിഷ്ണുവിന്റെ രൂപത്തെ ആയിരിക്കും അവരെല്ലാവരും വീടുകളിൽ പോലും ആരാധിക്കുന്നത്. കാരണം വിഗ്രഹത്തിനുള്ളിൽ ഇരിക്കുന്ന വൈഷ്ണവ ചൈതന്യം അത് വ്യതിരിക്തമായിട്ടൊരു വിഷ്ണുഭാവം തന്നെയാണ്. ഇത് കേവലം വിഗ്രഹമല്ല, രൂപമല്ല. ഒരു മനുഷ്യനെ കാണുമ്പോൾ നിങ്ങൾ അയാളുടെ ഇറച്ചിയല്ലോ കാണുന്നത്. ആ മനുഷ്യനെ കാണുമ്പോൾ നിങ്ങൾ അയാളുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന ജീവനെയല്ലേ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ വിഗ്രഹത്തെ കാണുമ്പോൾ നിങ്ങൾ കാണുന്നതിലെ കല്ലോ കരിങ്കല്ലോ മരമോ വീടമോ അല്ല, അതിനുള്ളിലിരിക്കുന്ന ചൈതന്യമാണ്. ആ ചൈതന്യഭാവത്തിൽ ഇരിക്കുന്ന വിഷ്ണു ആർച്ചം എന്ന് പറയുന്ന അവതാര വിഷ്ണുവാണ്. ആ അവതാര വിഷ്ണുവിന്റെ ആരാധനയാണ്, ആ പറയുന്ന ആ ശരണാഗതിയാണ് ആ വൈഷ്ണവ മതത്തിലേക്ക് എത്താനുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം. ഈ വൈഷ്ണവാരാധന അടിസ്ഥാനപരമായിട്ട് ഒരു ഭക്തി മൂവ്മെന്റാണ്. ഈ പറയുന്ന എന്താണ് ഈ ഒരിടക്കാലത്ത് നമ്മുടെ ഈ സിദ്ധാന്തങ്ങൾ തമ്മിൽ
ഘോരമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ നടന്നിരിക്കുന്ന സമയത്ത് ഈ ജ്ഞാനയോഗവും ഭക്തിയോഗവും തമ്മിൽ ഭയങ്കര സംഘർഷം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിഭാഗം ഭക്തിയോഗങ്ങളെ ബാധിച്ചിരുന്നതെന്ന് വെച്ചാൽ ഭക്തി കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഭക്തി എന്ന് പറയുന്നത് അവിടെ ടോട്ടൽ സറണ്ടറാണ്, അടിമയാണ്. അവിടെ ഈശ്വരന്റെ കീഴിൽ നമ്മളവിടെ സമർപ്പിക്കുകയാണ്. അതല്ല വേണ്ടത്. നമ്മൾ ജ്ഞാനം നേടി ഈശ്വരൻ എന്ന് പറയുന്ന തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടത്. അതിനെതിരെയാണ് യഥാർത്ഥത്തിൽ സമ്പൂർണമായിട്ടുള്ള സമർപ്പണം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ മുൻനിർത്തിയിട്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസര് സുന്ദരമായിട്ടുള്ള ഒരു ഉപമ പറയുന്നത് അതിനെപ്പറ്റി. ഈ ജ്ഞാനയോഗികൾ സഞ്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുരങ്ങൻ കുട്ടിയെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടോ? കുരങ്ങൻ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ ഈ കുട്ടി അമ്മക്കുരങ്ങിന്റെ മേലെ മുറുക്കി പിടിച്ചിരിക്കും അല്ലെ? ഈ അമ്മക്കുരങ്ങിന് ശല്യേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. കുട്ടി മുറുക്കം പിടിച്ചിരിക്കും. കുട്ടിയെന്നാണ് പിടിക്കുന്നത്. നേരെ തിരിച്ച് പൂച്ച കുട്ടികളെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടോ? പൂച്ചയുടെ കുട്ടി ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ല, കാരണം പൂച്ച കടിച്ചിട്ടാണ് കൊണ്ടുപോകുക. പൂച്ച കുട്ടീനെ കഴുത്തിൽ കടിച്ച് പിടിച്ചിട്ടാണ് കൊണ്ടുപോകുക. കുട്ടിക്ക് അവിടെ യാതൊരു ഉത്തരവാദിത്വം ഇല്ല, അമ്മയ്ക്കാണ് അവിടെ പൂർണ്ണ ഉത്തരവാദിത്വം. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, നിങ്ങളുടെ ജ്ഞാനയോഗം എന്ന് പറയുന്നത് ഈ തള്ളക്കുരങ്ങിന്റെ മേലെ ഇരിക്കുന്ന സഞ്ചാരം പറയാ, നിങ്ങളെന്നെ മുറുക്കി പിടിക്കണം. ഒരു നിമിഷം കൈയിട്ട് കഴിഞ്ഞാൽ താഴെ പോയി. പക്ഷെ ഞങ്ങളുടെ ഭക്തി എന്ന് പറയുന്നത് ഈ തള്ളക്കുരങ്ങിന്, ഈ തള്ളപ്പൂച്ച അതിന്റെ കുട്ടിയെ കൊണ്ടുപോകില്ല. അവിടെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അവിടെ നമുക്ക് യാതൊരു റിസ്കുമില്ല. കാരണം കംപ്ലീറ്റ് സറണ്ടറാണ്. എന്താ പറയുക, നിരുപാധികമായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള അടിയറവാണ്. അവിടെ നമ്മളെ അവിടേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഈശ്വരന്റെ ദൗത്യമാണ്. നമ്മളവിടെ സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ ഒരു കംപ്ലീറ്റ് സറണ്ടറിന്റെ ഒരു പാതയാണ് ശരിക്കും വൈഷ്ണവിസം. അതുകൊണ്ടാണ് അവരതിനെ ശരണാഗതി എന്ന് പറയുന്നത്. ശരണാഗതി പ്രാപിക്കുക എന്ന ആ വിഷ്ണുപാദത്തിൽ ലയിക്കുക. മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ ജനന മരണങ്ങളുടെ നിരന്തരമായിട്ടുള്ള ചാക്രികാവർത്തനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇനി ജനിക്കേണ്ടതില്ലെന്നൊരവസ്ഥ പ്രാപിക്കുകയാണല്ലോ. വിഷ്ണുപാദത്തിൽ ലയിക്കുക, സദ്ഗതി എന്നാണല്ലോ. അതിന് സാക്ഷാൽ വിഷ്ണുവിനെ തന്നെ ശരണാഗതി പ്രാർത്ഥിച്ചാൽ മതി എന്നതാണ്. അപ്പൊ അങ്ങനെയൊരു നിരുപാധികമായിട്ടുള്ള സമർപ്പണ ഭാവത്തിലുള്ള ഭക്തിയുടെ ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഈ ശ്രീ വൈഷ്ണവ പദ്ധതി എന്ന് പറയുന്നത്. ഈ ശ്രീ വൈഷ്ണവ പദ്ധതിയിൽ പിന്നീട് പല പിരിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മുടെ നാഥമുനിയാണ് ഈ വൈഷ്ണവ ദിവദേശ പ്രബന്ധങ്ങളൊക്കെ കമ്പൈൻ ചെയ്തിട്ട് 4 ദിവദേശ പ്രബന്ധങ്ങളാക്കുന്നത്. നാഥമുനിക്ക് ശേഷം 11ാം നൂറ്റാണ്ടിൽ വരുന്ന വൈഷ്ണവാചാര്യനായിട്ടുള്ള രാമാനുജാചാര്യനാണ് വിശേഷാദ്വൈതത്തിന്റെ പ്രചാരകനായിരുന്നു. ഇവര് ദ്വൈതത്തിനെ എതിർത്തു, അദ്വൈതത്തിനെ എതിർത്തു. ഇവർ 3ാമത് പുതിയൊരു സിദ്ധാന്തം ഉണ്ടാക്കി, അതാണ് വിശേഷാദ്വൈതം. അങ്ങനെയാണ് രാമാനുജാചാര്യൻ വരുന്നത്. രാമാനുജാചാര്യന് ശേഷം രാമാനന്ദി സമ്പ്രദായം പടത്തിയെങ്കിലും ഉത്ഭവിക്കുന്നുണ്ട്. അതിനുശേഷം ഈ വൈഷ്ണവർക്കിടയിൽ തന്നെ 2 പിരിവുകളുണ്ടായി. അതായത് നമ്മൾ വടക്കൻ സമ്പ്രദായം, തെക്കൻ സമ്പ്രദായം, വെങ്കടവി, തെക്കടവി അങ്ങനെയൊക്കെയാണ് പറയുക. ഒരെണ്ണം നമ്മുടെ വേദാന്ത ദേശീയനെ പിൻപറ്റുന്ന ആളുകളും ഒരെണ്ണം നമ്മുടെ മംഗലിനി അദ്ദേഹത്തെ പിൻപറ്റുന്ന ആളുകളുമാണ്. അത് 2 സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അടിസ്ഥാനപരമായിട്ട് ഈ സമ്പ്രദായങ്ങളെ പിൻപറ്റുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായിട്ടൊരു ആശയമാണ് ശ്രീമൻ നാരായണനുള്ള സമ്പൂർണമായിട്ടുള്ള സമർപ്പണമാണ് മോക്ഷത്തിലേക്കുള്ള മാർഗം. അങ്ങനെ നമുക്ക് സാക്ഷാൽ വൈകുണ്ഠത്തിലേക്ക് എത്താൻ കഴിയുന്ന 108 ദിവ്യദ്വാരങ്ങൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ആ ദിവ്യദ്വാരങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഋഷി പരമ്പരയാണ് ആൾവാർമാർ. അവർ ലോകഹിതാർത്ഥം, ലോകജനത്തിന്റെ ഹിതാർത്ഥം ഈ 108 ദിവ്യദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ജീവിതകാലത്തിൽ ഒരിക്കലെങ്കിലും അവിടെയൊക്കെ പോയിട്ട് അവിടെയുള്ള നാരായണനോട് അപേക്ഷിച്ചിട്ട് ആ വൈകുണ്ഠത്തിലേക്ക് ഒരു എൻട്രി നമുക്ക് പ്രാർത്ഥിക്കാം. ചില മഹാന്മാരായിട്ടുള്ള ഭാഗ്യവാന്മാരായിട്ടുള്ള ആൾക്കാർ ആ ദിവ്യദേശത്തിൽ തന്നെ വന്ന് ജനിച്ചിട്ടുണ്ട്. എന്നിട്ടും ചില ആളുകൾ അതിന്റെ മഹാത്മ്യമൊന്നും വേണ്ട പോലെ മനസ്സിലാക്കാതെ അതിന്റെ മുന്നിൽ കൂടെ പോയിട്ട് വന്നിട്ട് തിരിഞ്ഞു നോക്കാണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കണ്ണ് തുറപ്പിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ശ്രീവല്ലഭൻ തന്നിട്ടുള്ള ഒരു അവസരമായിരിക്കും ഈ ഉത്സവം. ഈ ഉത്സവത്തിൽ നടക്കുന്ന ഈ 10 പ്രഭാഷണങ്ങളും ഈ തിരുവല്ലയുടെയും ഈ ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെയും മഹത്വവുമായി ബന്ധപ്പെട്ടിട്ട് ഉദ്ഘോഷങ്ങളാണ് എന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചടങ്ങിൽ ഇന്നിവിടെ എത്താൻ സാധിച്ചത് എൻ്റെ ഒരു ഭാഗ്യമായി, എൻ്റെ ഒരു പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങളെ വല്ലാതെ മുഷിപ്പിച്ചിട്ടില്ല എന്ന വിശ്വാസത്തോടു കൂടി, എൻ്റെ സമയം വല്ലാതെ അതിക്രമിച്ചിട്ടുണ്ട് എന്നൊരു ഭയത്തോടു കൂടി, അല്ലാതെ മുഷിപ്പിച്ചെങ്കിൽ നിങ്ങളോട് വാക്ക് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങളെ എല്ലാവരും നമസ്കരിച്ചുകൊണ്ട് നിങ്ങളുടെ ദേശനാഥനായിട്ടുള്ള ശ്രീമന്നാരായണന്റെ പാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളുടെ സങ്കല്പവും ആചാര അനുഷ്ഠാന പദ്ധതി വളരെ ഉജ്ജ്വലമായ രീതിയിൽ നമുക്ക് പകർന്നു തന്ന
കേരളത്തിന്റെ ആധ്യാത്മിക ഭൗതിക രംഗങ്ങളിൽ തനതായ ശൈലികളുടെ വ്യക്തിത്വത്തെ പതിപ്പിച്ച അഭിഭാഷക രംഗത്ത് ഇന്നും നിറസാന്നിധ്യമായി കേരളത്തിലെ വിവിധ കോടതികളിൽ വ്യവഹരിക്കുന്ന ആദരണനായ ശങ്കുട്ടി ദാസ് അവർക്ക് ഉപദേശത്തിന്റെ ഉപഹാരം വേദിയിൽ നൽകുകയാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, വലിയൊരു വാഹന അപകടത്തെ തുടർന്ന് ഒരുപക്ഷെ താൻ തിരിച്ചു വരാൻ പറ്റുമെന്ന് പോലും നാം എല്ലാം സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലിലും ഒക്കെ അദ്ദേഹത്തെ കണ്ടതാണ്. തിരിച്ചുവരവ് പോലും നമുക്ക് പ്രതീക്ഷ നൽകിയതല്ല. എങ്കിലും എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ തിരിച്ചു വന്നുകൊണ്ട് തങ്ങളുടെ അർപ്പിതമായ കർത്തവ്യം എന്താണോ, തങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന മഹത്തായ ഭാരതത്തിന്റെ സംസ്കാരം ഇന്ന് ഭാരതമെമ്പാടും 1 രൂപ പ്രതിഫലം പോലും വാങ്ങാതെ, പ്രതിഫലേച്ഛ കൂടാതെ തന്റെ സ്വന്തം കാറിൽ വന്ന് ഹൈന്ദവ ആചാര അനുഷ്ഠാന പദ്ധതികൾ പ്രചരിപ്പിക്കുന്ന ആ പ്രചാരകന് ശ്രീപല്ലപുരിയുടെ ആദരവ്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചത് നീതികളാണ്. കാരണം ഇത്ര വൈഭവപൂർണമായ ചക്രവർത്തി വിരാട സ്വരൂപനായ ശ്രീവല്ലഭന്റെ നാട്ടിൽ ജനിക്കാനും ഒക്കെ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഒരുപക്ഷെ ആ വൈഭവം ഇവിടെയുള്ളവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയിക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. ഈ കാലാംശത്തില് എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ശ്രീവല്ലഭ ക്ഷേത്ര ഉപദേശ സമിതിയുടെ പേരിലുള്ള ഉപഹാരം നൽകുന്നതിനായി തിരുവുത്സവത്തിന്റെ ജനറൽ കൺവീനർ ഏറ്റവും സ്നേഹിതനായ ജ്യേഷ്ഠ സഹോദരൻ പ്രകാശ് കോവിലെത്തി ഈ തിരുവുത്സവത്തിന്റെ പബ്ലിസിറ്റി കൺവീനർ പ്രിയ സഹോദരൻ ഹരിഗോവിന്ദനെയും ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ പ്രിയപ്പെട്ട രംഗനോടും നന്ദി പറയുന്നു. കാരണം രംഗവും ശങ്കുട്ടിദാസ് അവர்களுം ഒന്നിച്ച് പഠിച്ചവരാണ്. രംഗന്റെ ഒരു സ്വാധീനം കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇത്ര മഹത്തായ ഒരു പ്രസംഗം കേൾക്കാൻ സാധിച്ചപ്പോൾ ഇതിന്റെ കോർഡിനേറ്റർ രംഗനും ഔപചാരിക ആവശ്യമില്ലെങ്കിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഉപഹാര സമർപ്പണത്തിനായി പ്രിയപ്പെട്ടവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.